ഹായ്, ഇന്ന് നമുക്ക് പുതിയ കഥ കേട്ടാലോ? ഇഡലൻ സ്റ്റോറിയാണ്. ഒന്ന് ലൈക്ക് അടിച്ച് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ ഗൗരിശങ്കർ കണ്ണുകൾ തുറക്കുമ്പോൾ സമയം 10 മണിയോട് അടുത്തിരുന്നു. പതിവിലും വൈകിയാണ് ഉണർന്നത്. തലേ ദിവസം രാത്രി ഒരുപാട് വൈകിയിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു. അയാൾ അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറന്നു. നിലത്ത് കിടക്കുന്ന അന്നത്തെ പത്രം എടുത്തു കഴിഞ്ഞാണ് അത് കണ്ടത്. പത്രത്തിനടിയിലായി ഒരു കവർ കിടക്കുന്നു. അയാൾ നിലത്ത് കിടന്ന കവർ കയ്യിലെടുത്ത് നോക്കി. അതിൻ്റെ ഉള്ളിൽ ഒന്നിലധികം വസ്തുക്കൾ ഒരു നൂലിൽ കോർത്ത് ഒരുമിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. അയാൾ അവ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു. ഒരു ശലഭത്തിന്റെ അറ്റുപോയ 2 ചിറകുകൾ, കമ്പ്യൂട്ടർ കീബോർഡിലെ ESC കീ, ഒരു വിവാഹമോതിരം, യുണൈറ്റഡ് റിപ്പബ്ലിക്കിന്റെ ബാങ്ക് ചിഹ്നമുള്ള ഒരു കീ ചെയിൻ, ഇരുമ്പിൽ നിർമ്മിച്ച 5 എന്ന അക്കം. ഇത്രയും വസ്തുക്കൾ ഒരുമിച്ച് നൂലിൽ കോർത്ത് കെട്ടി വെച്ചിരിക്കുന്നു. സാധാരണ താൻ ഫ്ലാറ്റിലെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള റൈഡൽസ് ഉണ്ടാക്കി ഉത്തരം കണ്ടെത്താൻ കൊടുക്കാറുണ്ട്. ഇതവർ തിരിച്ചു തന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാകും. പക്ഷെ വിവാഹമോതിരം, അത് കുട്ടികളുടെ കയ്യിൽ എങ്ങനെ വന്നു? എന്തായാലും ഇത് ആരെങ്കിലും അന്വേഷിച്ച് വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ വാതിലടച്ച് അകത്തേക്ക് പോയി. രാവിലെ പതിവുള്ള ഒരു കപ്പ് കോഫിയും പത്രവുമായി ചേർന്നു. പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. അയാൾ ഫോൺ എടുത്ത് നോക്കി. തൻ്റെ ഉറ്റ സ്നേഹിതനായ DSP ജോൺ മേസ്കോ. തൻ്റെ അടുത്ത അപ്പാർട്ട്മെന്റിലാണ് താമസം. ഗൗരിശങ്കർ ഫോൺ എടുത്തു. ഗൗരി, ഉറക്കമുണർന്നോ? ഇന്ന് സൺഡേ അല്ലേ, അതാ ചോദിച്ചേ. യെസ്, ഞാൻ കോഫി കുടിക്കുന്നു. എങ്കിലൊന്ന് പെട്ടെന്ന് റെഡിയാകൂ, നമുക്കൊരിടം വരെ പോകണം. ഡീറ്റെയിൽസ് ഞാൻ വണ്ടിയിൽ വെച്ച് പറയാം. ഓക്കെ. ഗൗരിശങ്കർ പെട്ടെന്ന് കോഫി കുടിച്ച് പോകാനായി തയ്യാറായി. ഇന്ന് എന്താണാവോ കേസ്? സാധാരണ സങ്കീർണമായ മർഡർ കേസുകളിലാണ് ജോണ് ക്രിമിനോളജിസ്റ്റായ തൻ്റെ സഹായം തേടാറുള്ളത്. റെഡിയായി വന്നപ്പോഴാണ് മേശപ്പുറത്ത് രാവിലെ കിട്ടിയ കവർ ഇരിക്കുന്നത് കണ്ടത്. അതെടുത്ത് ഒന്നുകൂടി നോക്കാൻ തുടങ്ങുമ്പോൾ കോളിംബെല്ലടിച്ച ശബ്ദം കേട്ടു. അയാൾ ആ കവർ പോക്കറ്റിലിട്ടിട്ട് പോയി വാതിൽ തുറന്നു. പ്രതീക്ഷിച്ച പോലെ ജോണായിരുന്നു അപ്പുറത്ത്. ഗൗരി, റെഡിയായോ? യെസ്. ശരിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറപ്പെടാൻ വരൂ. ഗൗരി അപ്പാർട്ട്മെന്റിന്റെ വാതിൽ പൂട്ടി പുറത്തിറങ്ങി. ജോണിന്റെ കാറിൽ അവർ 2 പേരും യാത്ര തിരിച്ചു. ഇന്നെന്താ കേസ്? മർഡറാണോ? യെസ്. മരിച്ചതൊരു റിട്ടയർഡ് സ്കൂൾ പ്രിൻസിപ്പൽ, ജേക്കബ് ജോർജ്. സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ. ജവഹർ നഗറിന് അടുത്താണ് വീട്. അയാൾ അവിടെ വർഷങ്ങളായി തനിച്ചാണ് താമസം. പകൽ സമയത്തൊരു സഹായി ഉണ്ടാകും. വേറെ ബന്ധുക്കൾ ആരുമില്ല. ഇന്ന് രാവിലെ ആ സഹായി വന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന പ്രിൻസിപ്പലിനെയാണ് കാണുന്നത്. അയാളാണ് പോലീസിൽ ഇൻഫോം ചെയ്തത്. അരമണിക്കൂർ യാത്ര കൊണ്ട് അവർ ജവഹർ നഗറിനടുത്തുള്ള പ്രിൻസിപ്പലിന്റെ വീടായ ബട്ടർഫ്ലൈ കോട്ടേജിലെത്തി. 2 പേരും കാറിൽ നിന്നിറങ്ങി ഗേറ്റ് കടന്ന് അകത്ത് കിടന്നു. പുറത്ത് വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ കൂടി നിന്നിരുന്നു. അവരെ അകത്തേക്ക് വിടാതെ പോലീസ് ത്രെഡ് കെട്ടി ബ്ലോക്ക് ചെയ്തിരുന്നു. അകത്ത് കുറച്ച് പോലീസുകാർ നിന്നിരുന്നു. ഗൗരി ജോണിനൊപ്പം വീടിന്റെ അകത്തേക്ക് കടന്നു. മരിച്ച പ്രിൻസിപ്പാളിന്റെ ശരീരം ഹാളിൽ തന്നെയാണ് കിടന്നിരുന്നത്. ഗൗരി അവിടെ ചുറ്റി നടന്ന് ക്രൈം സീൻ പഠിച്ചു. ബോഡി കിടക്കുന്ന പൊസിഷനും മുറിയിലെ മറ്റു വസ്തുക്കളും എല്ലാം അയാൾ സൂക്ഷ്മമായി വീക്ഷിച്ചു. ജോണ് അയാളെ ശ്രദ്ധിച്ചു. എന്തു തോന്നുന്നു ഗൗരി? കാശോ മറ്റോ വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതൊരു പ്രീപ്ലാൻഡ് മർഡർ ആയിരിക്കാനാണ് സാധ്യത. കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തത വരാനുണ്ട്. എങ്കിലും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയാം. തലക്കേറ്റ ശക്തമായ അടിയായിരിക്കണം മരണകാരണം എന്ന് തോന്നുന്നു. കാര്യമായ ചെറുത്തുനിൽപ്പ് ഒന്നും നടന്നതായി തോന്നുന്നില്ല. അതിനാൽ പിന്നിൽ നിന്ന് ആകാം അടി കിട്ടിയത്. അടിച്ച ശേഷം അയാൾ മരണം നടക്കുന്നവരെ ഇവിടെ നിന്നിട്ടുണ്ടാകണം. കാരണം മരണപ്പെട്ട് കിടക്കുന്ന പൊസിഷൻ അയാൾ പുനർക്രമീകരിച്ചതാകാനാണ് സാധ്യത. മരണവെപ്രാളത്തിലുള്ള ഒരാൾ ഒരിക്കലും കാലുകൾ സ്റ്റഡിയായി വയ്ക്കുകയില്ലല്ലോ. അതായത് മർഡറുടെ ഉദ്ദേശം കൊല നടത്തുക മാത്രമല്ല, അയാൾ ഈ കൊലയിലൂടെ എന്തോ പറയാൻ കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് മരണശേഷം ഉടനെ രക്ഷപ്പെടാൻ നോക്കാതെ ശരീരത്തിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചത്. കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധവും ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നോർമൽ കേസായി എനിക്ക് തോന്നുന്നില്ല. ഗൗരി പറഞ്ഞു വരുന്നത് ഇതൊരു സൈക്കോപാത്തിന്റെ പ്രവൃത്തിയാണെന്നാണോ? നോട്ട് ഷുവർ, ബട്ട് ഐ ഹാവ് മൈ ഡൗട്ട്സ്. റിഗർ മോട്ടിസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് മരണം നടന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 8:30, 9 മണിക്ക് ഇടയ്ക്കാകും മരണം നടന്നിട്ടുണ്ടാകുക. പെട്ടെന്ന് ഗൗരി ചുവരിലേക്ക് ശ്രദ്ധിക്കുന്നത് കണ്ട് ജോണും അങ്ങോട്ടേക്ക് നോക്കി. ക്ലോക്കിലേക്കാണ് ഗൗരി നോക്കിയത്. പക്ഷേ അത് പ്രവർത്തിക്കുന്നില്ലായിരുന്നു. അതിൽ 12 മണിയാണ് കാണിക്കുന്നത്. ഗൗരി കുറച്ചു സമയം ആ ക്ലോക്കിലേക്ക് തന്നെ നോക്കി നിന്നു. ആ ബോഡി ആദ്യം കണ്ടയാൾ ഇവിടെ ഉണ്ടോ? ഇവിടുത്തെ ജോലിക്കാരനാണ്, ഇവിടെയുണ്ട്. അയാളെ ഒന്ന് വിളിക്ക്. ജോൺ നിർദ്ദേശം കൊടുത്ത് അയാളെ അവിടെ കൊണ്ടുവന്നു. ഗൗരി അയാളെ നന്നായി ഒന്ന് നോക്കി. ഈ ക്ലോക്ക് പ്രവർത്തിക്കാതെയായിട്ട് എത്ര നാളായി? അയ്യോ സാറേ, അത് ഓടിക്കൊണ്ടിരുന്ന ക്ലോക്കാണ്. കഴിഞ്ഞ ആഴ്ച ബാറ്ററി മാറ്റിയിട്ടതേ ഉള്ളൂ. ശരി. ഗൗരി തുടർന്നു. ആ ചുവരിൽ നോക്കിയിട്ട് അവിടെ മുമ്പുണ്ടായിരുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഇപ്പോൾ കാണാതാവുകയോ സ്ഥാനമാറ്റം വരികയോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കൂ. ഗൗരി പറഞ്ഞത് കേട്ട് അയാൾ ചുവരിനടുത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കി. ഒന്നും കാണാതെ പോയിട്ടില്ല സാർ. പക്ഷേ എന്താ? ആ ക്ലോക്കിന് താഴെ തൂങ്ങിക്കിടക്കുന്ന പടം ഞാൻ ഇന്നലെ പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല. ശരി, നിങ്ങൾ പോയിക്കോളൂ. ഞാൻ പ്രതീക്ഷിച്ച മറുപടി തന്നെ.
അയാൾ പോയി കഴിഞ്ഞ് ഗൗരി പറഞ്ഞു, എന്താ ഗൗരി, എന്തെങ്കിലും? ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഇതൊരു നോർമൽ കേസല്ല. നമ്മൾ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കണം. ഈ കൊലയിലൂടെ അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. ബോഡിയുടെ പൊസിഷൻ മരണശേഷം അയാൾ മാറ്റി ആ ചുമരിന് അഭിമുഖമായി വച്ചിട്ടുണ്ട്. മാത്രമല്ല മരിച്ചയാളുടെ കൈവിരൽ ചുവരിലേക്ക് ചൂണ്ടുന്ന രീതിയിൽ അയാൾ ക്രമീകരിച്ചിട്ടുണ്ട്. ചുവരിലെ ക്ലോക്ക് 12 മണിക്ക് നിൽക്കുന്നു. ഗൗരി ആ ചുവരിലെ ക്ലോക്കിനടുത്തേക്ക് നടന്നു, ഒപ്പം ജോണും. ഗൗരി ക്ലോക്കിന് താഴെ തൂങ്ങിക്കിടക്കുന്ന ചിത്രത്തിലേക്ക് കുറച്ചു സമയം നോക്കി നിന്നു. എന്നിട്ട് എന്തോ ഓർക്കുന്ന രീതിയിൽ സ്വന്തം വാച്ചിലേക്ക് നോക്കി. സമയം 11:30 കഴിഞ്ഞിരിക്കുന്നു. മൈ ഗോഡ്, ജോൺ കം ഫാസ്റ്റ് പറയുന്നതിനൊപ്പം അയാൾ പുറത്തേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു. കാര്യം മനസ്സിലായില്ലെങ്കിലും ജോൺ അയാളുടെ പുറകെ പാഞ്ഞു. ഗൗരിയും ജോണും അവിടെ നിന്നും വേഗത്തിൽ ഓടി വീട്ടിന്റെ പുറത്തേക്ക് വന്നു. ജോൺ പെട്ടെന്ന് വണ്ടിയെടുക്ക്. ഗൗരി വേഗം വണ്ടിയുടെ ഇടതുവശത്ത് കയറി. ജോൺ വേഗം വന്ന് വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് ഓടിച്ചു. ജോൺ, സിറ്റിയിൽ നിന്ന് പഴയ കോട്ടയുടെ അടുത്തേക്ക് പോകണം. എത്ര സമയമെടുക്കും? ഈ ട്രാഫിക്കിൽ അരമണിക്കൂർ എന്തായാലും എടുക്കും. ഞാൻ അലാറം ഇട്ടു പോകാം. ശരി, എത്രയും വേഗം. നമുക്ക് ആ ക്ലോക്ക് ടവറിലെത്തണം. പഴയ ക്ലോക്ക് ടവർ മന്ദിരം, അധികം ആരും സന്ദർശിക്കാൻ പോകാത്ത പഴയ കെട്ടിടം. അവിടെ എന്താണാവോ? ജോണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിന്തിച്ചു. ജോൺ ആ ക്ലോക്കിന് താഴെയുള്ള പടം ശ്രദ്ധിച്ചോ? ആ 3 ജിറാഫുകളുടെ പടമോ? യെസ്, അതാ മർഡറർ നമുക്ക് തന്ന ക്ലൂ ആണെന്നാണ് എൻ്റെ അനുമാനം. മനസ്സിലായില്ല. അത് അന്ന റൈറ്റിന്റെ എ ടവർ ഓഫ് ജിറാഫ് എന്ന ബുക്കിന്റെ കവർ പേജാണ്. ജിറാഫുകളുടെ കൂട്ടത്തിനെ ടവർ എന്ന് വിളിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു കൊലപാതകി നമ്മളെ പരീക്ഷിക്കുകയാണെന്നാണ്. ശരി, അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തണമെന്ന് പറഞ്ഞതെന്താ? ക്ലോക്കിലെ സമയം 12 മണി. അധ്യാപകന്റെ ശരീരം പരിശോധിച്ചതിൽ നിന്ന് മരണം നടന്നത് ഒരു 9 മണിക്കായിരിക്കാമെന്ന് മനസ്സിലായി. ചിത്രത്തിലെ 3 ജിറാഫ് 3 മണിക്കൂറിന്റെ സൂചന കൂടിയാകാം. അങ്ങനെ നോക്കിയാൽ 12 മണിക്ക് ക്ലോക്ക് ടവറിൽ എന്തെങ്കിലും സംഭവം നടക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്നും നമുക്ക് മറ്റെന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇത് കേട്ടതും ജോണ് ആക്സിലേറ്ററിൽ കാലമർത്തി വണ്ടി വേഗത്തിൽ വിട്ടു. വണ്ടി ക്ലോക്ക് ടവറിൽ എത്തിയപ്പോഴേക്കും അവിടെ ചെറിയൊരു ആൾക്കൂട്ടം ദൃശ്യമായിരുന്നു. അവർ രണ്ടുപേരും വേഗത്തിൽ പുറത്തിറങ്ങി ആൾക്കാരെ വകഞ്ഞു മാറ്റി മുന്നോട്ടേക്ക് നീങ്ങി. അവരവിടെ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. റബ്ബറിന് താഴെ ഒരാൾ തറയിൽ വീണ് രക്തം വാർന്നു കിടക്കുന്നു. ജോൺ വേഗം ആംബുലൻസിനും കൂടുതൽ പോലീസിനുമായി ഫോൺ ചെയ്തു. അടുത്തു ചെന്ന അയാളുടെ കഴുത്തിന് ഇടതുഭാഗത്ത് വിരൽ വെച്ച് പൾസുണ്ടോ എന്ന് പരിശോധിച്ചു. ജോണിന്റെ നിരാശ നിറഞ്ഞ മുഖത്ത് നിന്ന് ഗൗരി അയാൾ മരണപ്പെട്ടു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി. ജോൺ അവിടെ കൂടി നിന്നവരിൽ ഒരാളോട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഇയാൾ റബ്ബറിന് മുകളിൽ നിന്ന് എടുത്തു ചാടിയതാണ്. ചാടുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല, വീണ് കഴിഞ്ഞാണ് കണ്ടത്. പിന്നെ എങ്ങനെ ചാടിയെന്ന് മനസ്സിലായി? ഇയാളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അത് ഞാൻ കണ്ടില്ല സാർ. ജോൺ തിരികെ ഗൗരിയുടെ അടുത്തേക്ക് വന്നു. ഗൗരി ആ വീണ് കിടക്കുന്ന ആളുടെ ശരീരം പരിശോധിക്കുകയായിരുന്നു. ഗൗരി, എന്ത് തോന്നുന്നു? ഇയാൾ എടുത്തു ചാടിയതായിരിക്കുമോ? 100% ഗൗരി ജോണിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. എടുത്തു ചാടിയതാണെങ്കിൽ ബോഡി കമിഴ്ന്നു കിടക്കാനാകും സാധ്യത. ഈ ബോഡിയുടെ പൊസിഷൻ വെച്ച് ഒരാൾ ഇയാളെ മുകളിൽ നിന്ന് തള്ളിയിട്ടതാകാനാണ് സാധ്യത. ഇയാളുടെ കൈകൾ തമ്മിൽ കെട്ടിവെച്ചിരുന്ന പാടുകളുണ്ട്. മുഖത്തും മറ്റും ചെറിയ മുറിവുകളുണ്ട്. അവ എന്തായാലും ഈ വീഴ്ചയിൽ ഉണ്ടായവയല്ല. കുറച്ച് മണിക്കൂറുകൾ പഴക്കമുണ്ട്. ആരോ ഇയാളെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് തള്ളിയിട്ടതാകാം. പക്ഷെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അയാൾ രക്ഷപ്പെട്ടതിലാണ് എനിക്ക് അതിശയം. ഗൗരി കെട്ടിടത്തിന് മുകളിലേക്ക് നോക്കി. എന്തായാലും നമുക്ക് മുകളിൽ പോയി പരിശോധിക്കാം. ഈ മരിച്ച ആളെ തിരിച്ചറിഞ്ഞ ശേഷം ഇയാളും അധ്യാപകനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കൂടി അറിയണം. അവർ രണ്ടുപേരും കൂടി ക്ലോക്ക് ടവറിനുള്ളിലെ പടിക്കെട്ടിലൂടെ മുകളിലേക്ക് നടന്നു. ഗൗരി ചിന്താകുലനായിരുന്നു. ജോൺ, കാര്യങ്ങൾ നമ്മൾ കരുതുന്നതിലും കുറച്ചപ്പുറമാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഒരു കാര്യം ചെയ്യണം. ജയിലുകളിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ പുറത്തു വന്നവരുടെ ഡീറ്റെയിൽസ് എടുക്കണം, എസ്പെഷ്യലി കൊലപാതകികളുടെ. ഗൗരിയുടെ വാക്കുകൾ കേട്ട് ജോൺ ഫോണിലൂടെ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അവർ രണ്ടുപേരും ടവറിന് മുകളിലെത്തി. അപ്പോൾ ജോണിനൊരു ഫോൺ വന്നു. ജോൺ ഫോൺ എടുത്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഗൗരി അവിടേക്കൊന്ന് പരിശോധിച്ചു. ഗൗരി, മരിച്ചയാളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഗൗരി മുഖമുയർത്തി ജോണിനെ നോക്കി. ജോൺ തുടർന്നു. SK കൺസൾട്ടൻസി ഓണറാണ്. ആൾ ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ് ആണെന്ന് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇയാളും അധ്യാപകനും തമ്മിൽ കണക്ഷൻസ് ഒന്നുമില്ല. അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ജോൺ, ഇത് കണ്ടോ? ഗൗരി കാണിച്ച സ്ഥലത്തേക്ക് ജോൺ സൂക്ഷിച്ചു നോക്കി. അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 2 കയറുകൾ. ഗൗരി അതെടുത്ത് പരിശോധിച്ചു. ഇത് ആ കൊലയാളിയുടേതായിരിക്കുമോ? ഇത് അയാൾ അറിയാതെ ഇട്ടിട്ട് പോയതാണെന്ന് തോന്നുന്നില്ല. ഇതൊരു പക്ഷെ അയാൾ നമുക്ക് തന്ന അടുത്തൊരു ക്ലൂ ആയിരിക്കാം. ജോൺ, ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ മരിച്ച ആളെ ആൾക്കാർ കാണാതെ പകൽ സമയത്ത് ഇയാൾക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അതായത് അയാളെ രാത്രിയിൽ തന്നെ ഇവിടെ എത്തിച്ചിരിക്കണം. പകൽ ഈ സമയം വരെ ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നതായി ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അനുമാനിക്കാം ഇത് പക്ക പ്രീ പ്ലാൻഡ് മർഡറാണ്. അത് ഇനിയും തുടരും. ഈ കയറുകൾ അതിൻ്റെ സൂചനയാണ്. ലുക്ക് അറ്റ് ദിസ്. ഇതൊരു സാധാരണ കയ്യുറയല്ല. ജോൺ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇത് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന കയ്യുറയാണ്. അതിൽ അതിൻ്റെ നിർമ്മാതാക്കളുടെ പേര് ലേബൽ ചെയ്തിട്ടുണ്ട്. യുണീക്ക് സർജിക്കൽ.
ഇത് അയാൾ ഇവിടെ അറിയാതെ ഉപേക്ഷിച്ചിട്ട് പോയതാകില്ല. ഇത് നമുക്കുള്ള അടുത്ത ക്ലൂ ആണ്. ഇതിൻ്റെ നിർമ്മാതാക്കളെ കോൺടാക്ട് ചെയ്താൽ അവരിവിടെ ആർക്കൊക്കെയാണ് ഈ കയ്യുറ സപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയും. അതിനു വേണ്ടി തന്നെയാണ് അയാൾ ഇതിവിടെ ഉപേക്ഷിച്ചു പോയത്. നമ്മളെ അയാൾ അടുത്ത ടാർഗറ്റ് പ്ലേസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗൗരി പറഞ്ഞത് ശരിയാണെന്ന് ജോണിനും തോന്നി. അവിടുത്തെ പരിശോധനകൾ കഴിഞ്ഞ് അവർ ആ സ്ഥലം പോലീസിൻ്റെ അധീനതയിലാക്കിയ ശേഷം തിരികെ വണ്ടിയിലേക്ക് വന്നു. ഗൗരി യൂണിക് സർജിക്കൽസിൻ്റെ നമ്പർ ഇൻ്റർനെറ്റിൽ നോക്കുന്ന സമയത്ത് ജോണിന് മറ്റൊരു ഫോൺ വന്നു. ജോൺ ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു. ഫോൺ കട്ട് ചെയ്ത ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഗൗരി, സം ഗുഡ് ന്യൂസ്. പറയൂ. ജോൺ വണ്ടി മുന്നോട്ട് എടുത്തുകൊണ്ട് പറഞ്ഞു, ജയിലിൽ നിന്ന് റിലീസായവരുടെ ലിസ്റ്റ് കിട്ടി. പക്ഷെ അതിൽ നമുക്ക് വലിയ ഹോപ്പില്ല. പക്ഷേ 2 ദിവസം മുമ്പ് ഒരാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു വിശ്വനാഥ്. കൊലപാതകിയല്ല, ബാങ്ക് ഫ്രോഡ് കേസാണ്. വേറെയും ഒരുപാട് ഫ്രോഡ് കേസുകൾ അയാളുടെ പേരിൽ ഉണ്ടായിരുന്നു. പക്ഷേ തെളിയിക്കപ്പെട്ടത് ഇത് മാത്രമാണ്. അന്ന് ആ കേസ് അന്വേഷിച്ച ടീമിൽ കുറച്ച് നാൾ ഞാനും ഉണ്ടായിരുന്നു. അയാൾക്ക് അന്നേ ചില മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ബട്ട് അത്രയ്ക്ക് വയലൻ്റ് അല്ലായിരുന്നു. അയാളും ഈ മരിച്ച SK കൺസൾട്ടൻസും തമ്മിൽ ചെറിയൊരു കണക്ഷനുണ്ട്. എന്താണത്? അയാൾ മുമ്പ് ആ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ വിശ്വനാഥ് ഒരു ഫ്രോഡാണെന്ന് മനസ്സിലായപ്പോൾ അവിടെ നിന്ന് പുറത്താക്കി. അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതായിരുന്നു അയാളുടെ ആദ്യത്തെ പോലീസ് രജിസ്റ്റേർഡ് കേസ്. പക്ഷെ അതിൽ നിന്നും അയാൾക്ക് ഊരിപ്പോകാൻ പറ്റി. അത് ശരി. അയാളുടെ അഡ്രസ്സ് കിട്ടിയോ? യെസ്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുടെ ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആള്. ജോൺ ഫോണിലെ ഫോട്ടോ ഗൗരിയെ കാണിച്ചു. ഗൗരി ആ ഫോൺ വാങ്ങി അയാളുടെ ഫോട്ടോ നോക്കി. ജോൺ, ഞാൻ ആ യൂണിക് സർജിക്കൽസിലേക്ക് വിളിച്ചിരുന്നു. അവർ ഡീറ്റെയിൽസ് എടുത്തിട്ട് തിരികെ വിളിക്കും. ഓക്കെ. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ നേരെ വിശ്വനാഥൻ്റെ വീട്ടിലെത്തി. ആകെ നാശോന്മുഖമായ ഒരു പഴയ വീടായിരുന്നു അത്. അവർ വണ്ടിയിൽ നിന്നിറങ്ങി അകത്തേക്ക് നടന്ന് വീടിൻ്റെ വാതിലിൽ മുട്ടി. കുറച്ച് സമയം കഴിഞ്ഞാണ് വാതിൽ തുറന്നത്. വാതിൽ തുറന്നത് ഒരു സ്ത്രീയായിരുന്നു. വിശ്വനാഥൻ്റെ വീടല്ലേ? അതെ. ഞാൻ DSP ജോൺ മേസ്കോ. ആളിവിടെ ഇല്ലേ? ഇല്ല സാർ. അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഗൗരിക്ക് ഒരു ഫോൺ വന്ന് അയാൾ പുറത്തേക്ക് പോയി. ഫോണിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അയാൾ വീടിൻ്റെ പരിസരമൊക്കെ പരിശോധിച്ചു. ജോൺ അകത്തിരുന്ന് ആ സ്ത്രീയോട് സംസാരിച്ചു. അപ്പോൾ അയാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട വിവരം നിങ്ങൾക്ക് അറിയാമല്ലേ? അയാൾ ഇവിടെ വന്നിരുന്നോ? 2 ദിവസം മുമ്പ് രാത്രിയിൽ വന്നിരുന്നു. എന്നിട്ട് എപ്പോൾ പോയി? രാത്രി തന്നെ പോയി. പിന്നീട് ഇവിടെ വരികയോ വിളിക്കുകയോ മറ്റോ ചെയ്തോ? ഇല്ല. ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? ഞങ്ങളുടെ 2 കുട്ടികളുണ്ട്. ഫോൺ കട്ട് ചെയ്ത് തിരികെ വന്ന ഗൗരി അപ്പോൾ കുട്ടികളെ നോക്കി. മകനൊരു 18 വയസ്സ് പ്രായം വരും. ആകെ എല്ലും തോലുമായ രൂപം, കുഴിഞ്ഞ നിർജീവമായ കണ്ണുകൾ. അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വീടിൻ്റെ ഒരു മൂലയിലിരിക്കുന്നു. മകൾ വയ്യാത്ത കുട്ടിയാണെന്ന് തോന്നി. കട്ടിലിൽ കിടക്കുകയാണ്. ജോൺ ഗൗരിയെ നോക്കി. അയാൾ പോകാമെന്ന അർത്ഥത്തിൽ മുഖം കാണിച്ചു. 2 പേരും വീടിന് പുറത്തിറങ്ങി വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. നടക്കുന്നതിൻ്റെ ഇടയിൽ ഗൗരി മുറ്റത്ത് ഒരിടത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് ജോണും അങ്ങോട്ട് ശ്രദ്ധിച്ചു. എന്താ ഗൗരി? വിശ്വനാഥ് മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ടുണ്ടല്ലേ? അതെ. എന്തു പറ്റി? അത് കണ്ടില്ലേ? അത് സാഞ്ചി ഗണ്ണാണ്. മാർഷ്യൽ ആർട്സ് പഠിക്കുന്നവർ ഉപയോഗിക്കുന്നത്. ഞാനും കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. അവരവിടെ നിന്ന് മുമ്പോട്ട് നടന്നു. വിശ്വനാഥ് അവിടെ വരികയാണെങ്കിൽ അറിയിക്കാൻ വേണ്ടി അവിടെ ഒരു പോലീസുകാരനെ ഡ്യൂട്ടി ഇടാൻ ഏർപ്പാട് ചെയ്ത് അവർ അവിടെ നിന്ന് തിരിച്ചു. ജോൺ, സർജിക്കൽസ് എന്നാണ് വിളിച്ചത്. അവർ സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ആശുപത്രിയേ ഉള്ളൂ, റോയൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. എങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. യെസ്. ജോൺ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ ആശുപത്രിയിലേക്ക് തിരിച്ചു. ആ വിശ്വനാഥൻ്റെ ഭാര്യയെയും കുട്ടികളെയും കണ്ടിട്ട് എന്ത് തോന്നുന്നു? വിശ്വനാഥ് ജയിലിലായതോടെ കുടുംബത്തിൻ്റെ തളം ആകെ തകർന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. അയാളാണിത് ചെയ്തതെങ്കിൽ വീട്ടിൽ വന്ന അവരുടെ അവസ്ഥ കണ്ട ശേഷം ഉണ്ടായ ദേഷ്യം കൊണ്ട് സമനില തെറ്റിയാകാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം. തന്നെ തകർത്തയാളോടുള്ള പ്രതികാരം. പക്ഷെ ആദ്യത്തെ കൊലയുമായി അയാൾക്ക് കണക്ഷൻ ഉണ്ടോ എന്ന് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ലല്ലോ. യെസ്, ഞാൻ പറയാൻ വിട്ടുപോയി. ആ മരിച്ച അധ്യാപകരുമായി വിശ്വനാഥനുള്ള കണക്ഷൻ മനസ്സിലായിട്ടുണ്ട്. അയാൾ പ്രിൻസിപ്പലായിരുന്ന സ്കൂളിലാണ് വിശ്വനാഥ് പഠിച്ചത്. അവിടെ എന്തോ അൺഫെയർ പ്രാക്ടീസ് ചെയ്തതിന് അയാളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. അന്നതിന് കാരണക്കാരനായത് ആ മരിച്ച അധ്യാപകനും. അതോടെയാണ് അയാൾ ആൻറ്റി സോഷ്യലായി മാറിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവൻ തന്നെയാണ് കൊലപാതകി എന്ന് ഉറപ്പിക്കാമല്ലേ? യെസ്. അയാളുടെ ഭാര്യയെയും മക്കളെയും കസ്റ്റഡിയിൽ എടുക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നോ, അങ്ങനെ ചെയ്യരുത്. അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഫാമിലിയുടെ തകർച്ച കണ്ട അയാൾ ഇപ്പോൾ ഒരു സൈക്കോപാത്തായി മാറിയിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ചെയ്ത് അയാളെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ അടുത്തത് അയാൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോഴേക്കും അവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. ജോൺ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. എന്തായിരിക്കും അയാൾക്ക് ഈ ഹോസ്പിറ്റലുമായുള്ള കണക്ഷൻ? അറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അയാൾ നമ്മളെ ഇവിടെ എത്തിച്ചതാകും. അയാളുടെ അടുത്ത കൊലപാതകം ഈ ആശുപത്രിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകാം. അവർ നേരെ എൻക്വയറിയിലേക്ക് ചെന്നു. അവിടെ ഒരു പെൺകുട്ടിയായിരുന്നു. ജോൺ നേരെ അവിടെ പോയി സംസാരിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇവിടെ വന്നിട്ടുള്ള ആക്സിഡന്റ് കേസുകളുടെ ഡീറ്റെയിൽസ് വേണം. ഒരു 10 മിനിറ്റ് സാർ, പ്ലീസ് വെയിറ്റ്.
അവരവിടെ വെയിറ്റ് ചെയ്തു. ഗൗരി ഇടയ്ക്കിടെ വാച്ച് നോക്കുന്നുണ്ടായിരുന്നു. എന്താ ഗൗരി മുഖത്തൊരു വിഷമം? സമയം 3 പോകുന്നു. രണ്ടാമത്തെ മരണം നടന്നിട്ട് 3 മണിക്കൂർ. എനിക്കെന്തോ ഒരു ടെൻഷൻ. രാവിലെ നടന്ന 2 മരണങ്ങളുടെ തമ്മിലുള്ള ഇടവേള 3 മണിക്കൂറായിരുന്നു. ഇത് കേട്ട് ജോൺ ഒന്നുകൂടി എൻക്വയറിയിലേക്ക് ചെന്നു. പ്ലീസ് സ്പീഡ് അപ്പ്, ഇറ്റ്സ് വെരി അർജന്റ്. യെസ് സാർ. എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാർ ചോദിച്ച ഡീറ്റെയിൽസ്. ജോൺ അത് വാങ്ങി പരിശോധിച്ചു തുടങ്ങി. അതിലൊരു പേര് കണ്ട് ജോൺ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതെ, തെറ്റിയിട്ടില്ല. ഇദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? ഒബ്സർവേഷനിലായിരുന്നു. ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. 305 3rd ഫ്ലോർ. ഗൗരി വേഗം വാ. ജോൺ ഓടി തുടങ്ങിയിരുന്നു. ഗൗരിയും കൂടെ ഓടിയെത്തി. ജോൺ നേരെ ലിഫ്റ്റിന്റെ അടുത്തേക്കാണ് ഓടിയത്. ഗൗരി അയാളുടെ പുറകെ ഓടിയെത്തി. മുൻ ഡിസ്ട്രിക്ട് ജഡ്ജ് മധുസൂദനൻ സാറ്. അന്നത്തെ ബാങ്ക് ഫ്രോഡ് കേസിൽ വിശ്വനാഥന്റെ വിധി പറഞ്ഞത് സാറായിരുന്നു. ലിഫ്റ്റ് ഇതുവരെ വന്നില്ല. 3-ാം നിലയിൽ തന്നെ നിൽക്കുകയാണ്. അവരതിന് കാത്തു നിൽക്കാതെ വേഗം കോണിപ്പടികൾ കയറാൻ തുടങ്ങി. അവർ വേഗം 3-ാം നിലയിലേക്ക് പാഞ്ഞു. പക്ഷേ 2-ാം നിലയിലെത്തിയപ്പോൾ പടി ഇറങ്ങി വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ജോണിനെ കണ്ട് അയാളെ തടഞ്ഞു നിർത്തി. ജോൺ, എന്താ ഇത്ര വേഗത്തിൽ? എവിടെ പോകുന്നു? മേഡം, ആ സ്ത്രീയെ കണ്ട് ജോൺ ഒന്ന് പരിങ്ങി. വാക്കുകൾ കിട്ടാതെയായി. ഒന്നുമില്ല സാർ, ഇവിടെ അഡ്മിറ്റാണെന്നറിഞ്ഞു. ഒന്ന് കാണാൻ വന്നതാണ്. അതിനാണോ ഈ പരക്കം പാച്ചിൽ? സാർ ഇപ്പോൾ അപകടനില കഴിഞ്ഞെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒബ്സർവേഷനിലായിരുന്നു. ഇപ്പോൾ റൂമിലേക്ക് മാറ്റി. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാരാ കൂടെയുള്ളത്? ഇത് ഫ്രണ്ടാണ്, ഗൗരി ശങ്കർ. ഗൗരി, ഇത് മധുസൂദനൻ സാറിന്റെ വൈഫാണ്. ഗൗരി അവരെ അഭിവാദ്യം ചെയ്തു. പെട്ടെന്ന് ആ സ്ത്രീയെ കണ്ടത് അവരുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചു. ജഡ്ജിന്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നതിനാൽ അവർക്ക് ജഡ്ജിന്റെ അടുത്തേക്ക് വേഗത്തിൽ പോകാനായില്ല. അവരോട് കാര്യങ്ങൾ വിശദമായി പറയാനും പറ്റില്ലായിരുന്നു. കാരണം അവർക്കുള്ളത് വെറും സംശയമാണ്. അത് വെച്ചിട്ട് അവരെ പറഞ്ഞു പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. 2 പേരും ആകെ കുഴഞ്ഞു. അവർക്കൊപ്പം പോവുകയല്ലാതെ മറ്റു വഴിയില്ലാതായി തീർന്നു. സാറിന് എന്താണ് പറ്റിയത്? ആക്സിഡന്റ് ആയിരുന്നു. അത് രാവിലെ എഴുന്നേറ്റ് ജോഗിങ്ങിന് പോയതാണ്. വഴിയിൽ വെച്ച് ഏതോ വണ്ടി തട്ടിയതാണ്. തക്ക സമയത്ത് ഒരാൾ കണ്ട് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. ഗൗരിക്ക് എന്തോ ഒരു സംശയം തോന്നി. അയാൾ ജോണിന്റെ ഫോൺ വാങ്ങി അതിൽ നിന്ന് നേരത്തെ കണ്ട വിശ്വനാഥിന്റെ ഫോട്ടോ ആ സ്ത്രീയെ കാണിച്ചു. ഇതാണോ സാറിനെ ആശുപത്രിയിൽ എത്തിച്ച ആള്? അവരാ ഫോട്ടോ സൂക്ഷിച്ചു നോക്കി. അല്ല, ഇയാളല്ല. അയാൾ കുറച്ചു മുമ്പ് ഇവിടെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് അയാൾ എവിടെ? ഗൗരി ആകാംക്ഷയോടൊപ്പം ഭയത്തോടും ചോദിച്ചു. ഗൗരിയുടെ പെരുമാറ്റം കണ്ട ആ സ്ത്രീ അല്പം സംശയത്തോടെ മറുപടി പറഞ്ഞു. അദ്ദേഹത്തെ കാണാൻ പോയി. ഞാൻ താഴേക്ക് പോകാൻ നിന്നപ്പോഴാ അവൻ വന്നത്. എന്നോട് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അവൻ അവിടെ ഇരുന്നു. നല്ല പയ്യനാണ്. ലിഫ്റ്റ് കംപ്ലൈന്റ് ആയതുകൊണ്ട് സ്റ്റെപ്പ് വഴി പോകാൻ അവനാണ് പറഞ്ഞത്. അതാ ഞാൻ പിന്നെ സ്റ്റെപ്പ് വഴി. മൈ ഗോഡ്. പറഞ്ഞു മുഴുവിപ്പിക്കും മുമ്പ് അവർ 2 പേരും ഓടിക്കഴിഞ്ഞിരുന്നു. അവർ 2 പേരും റൂമിലേക്ക് കുതിച്ചു. പക്ഷെ അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. അവർ ആ റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ ജഡ്ജ് നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. ആരോ മുഖത്ത് തലയിണ വെച്ച് അമർത്തി പിടിച്ചിരുന്നതായി മനസ്സിലായി. അവർ ജഡ്ജിന്റെ മുഖത്ത് വെച്ചിരുന്ന തലയിണ മാറ്റുമ്പോൾ അയാളുടെ ശരീരം നിശ്ചലമായി കഴിഞ്ഞിരുന്നു. കാര്യം മനസ്സിലാകാതെ അവരുടെ പുറകെ വന്ന അയാളുടെ ഭാര്യ കണ്ടത് ചുവന്ന തുറിച്ച കണ്ണുകളും ഭയപ്പെടുത്തുന്ന മുഖത്തോടും കൂടിയ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ച അവരുടെ ഭർത്താവിന്റെ ശരീരമാണ്. ഇത് കണ്ടവർ ബോധമറ്റു വീണു. ഗൗരി അവരെ താഴെ വീഴാതെ പിടിച്ചു. 3 മരണം നടന്നിരിക്കുന്നു. 3-ാമത്തെ മരണം നടന്നിട്ട് ഏതാണ്ട് 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. കുറ്റവാളി ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഞൊടിയുടെ വ്യത്യാസത്തിലാണ് അയാൾ 2 തവണ രക്ഷപ്പെട്ടത്. ആശുപത്രിയിലെ കൊലപാതകമാണ് ഗൗരിയെ കൂടുതൽ കുഴക്കിയത്. ജഡ്ജിയെ ആശുപത്രിയിൽ എത്തിച്ചതും ഇപ്പോൾ അയാളെ കാണാൻ വന്നതും വേറെ ആരോ ആണ്. അപ്പോൾ ഇവയെല്ലാം ചെയ്യുന്നത് വിശ്വനാഥാണെങ്കിൽ അയാൾക്കൊരു സഹായി കൂടി ഉണ്ടാകണം. ഗൗരിയും ജോണും ആകെ വിഷണ്ണരായിരുന്നു. വിശ്വനാഥിന്റെ അടുത്ത നീക്കം എന്താണെന്നതിനെ പറ്റി അറിവൊന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ തവണ ചെയ്തതുപോലെ ഇപ്പോൾ അയാൾ ക്ലൂ ഒന്നും നൽകിയില്ല. ഒരുപക്ഷെ തങ്ങളെ അവൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടാകും. അതാണ് പുതിയ ക്ലൂ ഒന്നും തരാതെ അവൻ പെട്ടെന്ന് രക്ഷപ്പെട്ടത്. അടുത്തത് എന്ത് ചെയ്യണമെന്നുള്ള ആശയക്കുഴപ്പത്തിലായിരുന്നു ഗൗരി. ജോൺ അവിടെ ചാർജിലുള്ള ഇൻസ്പെക്ടറെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചു. ഇവിടുത്തെ CCTV ക്യാമറ മുഴുവനും പരിശോധിക്കണം. സാർ, റൂമിന് മുമ്പിൽ CCTV ക്യാമറ ഇല്ല. പിന്നെ ഹാളിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇതിൽ പ്രതി ആരാണെന്നറിയണമെങ്കിൽ മാലിനി മേഡത്തിന് ബോധം തെളിയണം. ഇപ്പോൾ എങ്ങനെയുണ്ട് അവര്? ഷോക്കഡാണ്. ഇപ്പോൾ സെഡേറ്റീവ്സ് കൊടുത്തിരിക്കുകയാണ്. ഗൗരി എന്തോ ഓർത്തുകൊണ്ട് ജോണിന്റെ കയ്യിൽ പിടിച്ചു. ജോൺ, എന്ത് പറ്റി ഗൗരി? ജഡ്ജിന്റെ ഭാര്യയുടെ പേരെന്താണെന്നാ പറഞ്ഞ? മാലിനി. വൈ? ഓ മൈ ഗോഡ്. ഗൗരി വിശ്വസിക്കാനാകാതെ ജോണിനെ നോക്കി നിന്നു. ജോൺ എന്താണ് കാര്യമെന്ന് മനസ്സിലാകാതെ ഗൗരിയെയും. ഗൗരി സ്വപ്നത്തിൽ എന്ന വണ്ണം കൈ തന്റെ പോക്കറ്റിലേക്കിട്ട് അത് പുറത്തെടുത്തു. രാവിലെ അയാൾക്ക് അപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ നിന്ന് കിട്ടിയ കവർ അതിപ്പോഴും അയാളുടെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഗൗരി ആ കവറിൽ നിന്ന് നൂലിൽ കോർത്ത് ആ വസ്തു വീണ്ടും പുറത്തെടുത്തു. അതിലെ വിവാഹമോതിരത്തിൽ കുത്തിവെച്ചിരുന്ന പേര് അയാൾ ഒന്നുകൂടി നോക്കി. മാലിനി. ഒരു ഞെട്ടലോടെ അയാൾ അതുകൂടി വായിച്ചുറപ്പുവരുത്തി. അപ്പോൾ രാവിലെ വന്ന കവർ വെറും കുട്ടികളുടെ കളിയല്ല. തന്റെ സംശയം ശരിയായി. ജോൺ ആ മോതിരത്തിലേക്കും നൂലിൽ കോർത്തിരിക്കുന്ന മറ്റു വസ്തുക്കളിലേക്കും നോക്കി. ഗൗരി, എന്താണിത്? പറയാം.
അതിനെ മുന്നേ മാലിനി മേഡത്തിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അവരുടെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഈ മോതിരം കാണിച്ച് ഇത് അവരുടെ തന്നെ ആണോന്ന് ഉറപ്പുവരുത്തണം. അവർ രണ്ടുപേരും നേരെ മാലിനി മേഡത്തിന്റെ പിതാവിന്റെ അടുത്തെത്തി. അദ്ദേഹത്തെ ആ മോതിരം കാണിച്ചു. ഇത് അവളുടെ വിവാഹമോതിരം തന്നെയാണ്, എനിക്ക് ഉറപ്പാണ്. പക്ഷേ രാവിലത്തെ ആക്സിഡന്റിന് ശേഷം ഇത് മിസ്സിംഗ് ആണെന്ന് മാലിനി പറഞ്ഞിരുന്നു. കാര്യങ്ങൾ താൻ കരുതിയതുപോലെ തന്നെ ആണെന്ന് മനസ്സിലായ ഗൗരി ജോണുമായി അയാളുടെ അടുത്ത് നിന്ന് മറ്റൊരു സംഘത്തിലേക്ക് മാറി നിന്ന് സംസാരിച്ചു. ജോൺ, ഇത് നമ്മൾ കരുതിയതിനും അപ്പുറമാണ്. അവൻ നമ്മളെക്കാളും ഒരു സ്റ്റെപ്പ് മുന്നിലാണ്. മുഴുവൻ കാര്യങ്ങളും സ്ക്രിപ്റ്റഡ് ആണ്. ആശുപത്രിയിൽ അവൻ പുതിയ ക്ലൂ ഒന്നും വെച്ചിട്ടില്ല. കാരണം അവനറിയാം ഇപ്പോൾ നമ്മൾ അവനെ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനിയും കൊലപാതകം ഉണ്ടാകുമെന്നാണോ നീ പറയുന്നത്? ഉറപ്പായും അതെ. ഇത് കണ്ടോ, ഈ 5 വസ്തുക്കൾ എനിക്ക് രാവിലെ എൻ്റെ അപ്പാർട്ട്മെന്റിന്റെ വാതിൽക്കൽ നിന്ന് കിട്ടിയതാണ്. ഇത് അവൻ തന്നെ കൊണ്ടുവച്ചതാകും. ഈ നൂലിൽ കോർത്ത 5 വസ്തുക്കളിലെ ഓരോന്നും അവൻ ചെയ്യുന്ന ഓരോ കൊലയുടെ പ്രതീകങ്ങളാണ്. ഇത് നോക്കൂ, ഇതിലെ ആദ്യത്തെ വസ്തുവായ ചിത്രശലഭങ്ങളുടെ ചിറക്, അത് ബട്ടർഫ്ലൈ കോട്ടേജിൽ നടന്ന അധ്യാപകന്റെ മരണത്തിന്റെ സൂചനയാണ്. രണ്ടാമത്തെ വസ്തുവായ ഈ കീബോർഡിലെ ESC കീ, SK കൺസൾട്ടൻസി ഓണറുടെ മരണം. ഇപ്പോൾ ഇതാ ഈ വിവാഹമോതിരം, 3ാമത്തെ മരണവും. അപ്പോൾ ഗൗരി പറഞ്ഞു വരുന്നത് അടുത്ത മരണം? അതെ, അടുത്ത വസ്തു. അതായത് ഈ യുണൈറ്റഡ് റിപ്പബ്ലിക് ബാങ്കിന്റെ എംബ്ലമായ UR എന്ന ചിഹ്നമുള്ള കീ ചെയിൻ. ആ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരാളാണ് അയാളുടെ അടുത്ത ടാർഗറ്റ്. ഗൗരി അയാളെ ഫ്രോഡ് കേസിൽ അറസ്റ്റ് ചെയ്തത് ഇതേ ബാങ്ക് ഫയൽ ചെയ്ത കേസിലാണ്. എനിക്ക് തോന്നിയിരുന്നു അന്നത്തെ കേസിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാന സാക്ഷി ആരാണ്? ബാങ്കിന്റെ സിറ്റി ബ്രാഞ്ചിലെ മാനേജർ. അപ്പോൾ ആ ബാങ്ക് മാനേജരെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സമയം 5 കഴിഞ്ഞു. നമ്മുടെ കണക്ക് ശരിയാണെങ്കിൽ 6 മണിക്ക് മുമ്പ് അയാളെ കണ്ടെത്തിയില്ലെങ്കിൽ അയാളുടെ ജീവൻ അപകടത്തിലാവും. യു ആർ റൈറ്റ്. ജോൺ, എത്രയും വേഗം അയാളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കിട്ടണം. ബാങ്ക് ഫ്രോഡ് കേസിന് വേണ്ടി അയാളുടെ വിവരങ്ങൾ പോലീസിൽ വാങ്ങിയിട്ടുണ്ടാകുമല്ലോ. യെസ്, അത് ലഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ നൽകാം. നിമിഷങ്ങൾക്കകം അവർക്ക് അന്നത്തെ മാനേജറുടെ ഫോൺ നമ്പറും അഡ്രസ്സും ലഭിച്ചു. പക്ഷെ അയാളെ വിളിച്ചെങ്കിലും അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. തങ്ങളുടെ പക്കൽ സമയം വളരെ കുറവാണെന്ന് അറിയാവുന്നതിനാൽ അവരൊട്ടും വൈകാതെ ആ അഡ്രസ്സിലെ വീട്ടിലേക്ക് തിരിച്ചു. ഇന്ന് സൺഡേ അല്ലേ? ആള് വീട്ടിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ഞാൻ ആലോചിക്കുന്നത് അവൻ എന്തിന് ഈ കവർ ഗൗരിയുടെ അപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ കൊണ്ടിട്ടു എന്നാണ്. അവൻ ഈ കേസിൽ നീ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ട്? അയാൾ ഇപ്പോൾ ഒരു സൈക്കോപാത്തായി മാറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, അവൻ നമ്മളെ കളിപ്പിക്കുകയാണ്. ഒരു സൈക്കോപാത്ത് ചിന്തിക്കുന്നത് സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയല്ല. അവൻ ചെയ്യുന്ന കൊലകൾ ഈ ലോകം അറിയണം. അതുമാത്രമല്ല, അവനിതൊരു ഗെയിം പോലെയാണ് കാണുന്നത്. അവൻ നമുക്ക് നേരത്തെ ക്ലൂസ് തരുന്നുണ്ട്. പക്ഷെ എന്നാലും അവൻ നമ്മുടെ ഒരു സ്റ്റെപ്പ് മുന്നിലാണ്. അവൻ നമ്മുടെ എല്ലാ നീക്കങ്ങളും അറിയുന്നുമുണ്ട്. അതായത് അവൻ്റെ ഒരു കണ്ണ് എപ്പോഴും നമ്മുടെ പിന്നാലെ ഉണ്ടെന്നർത്ഥം. അവർ വേഗം ബാങ്ക് മാനേജറുടെ അഡ്രസ്സിലെത്തി. ഡോർബെല്ലടിച്ചു. ഒരു പെൺകുട്ടിയാണ് വാതിൽ തുറന്നത്. ജോൺ ആ കുട്ടിയോട് സംസാരിച്ചു. ഇത് UR ബാങ്ക് സിറ്റി ബ്രാഞ്ചിലെ മാനേജറുടെ വീടല്ലേ? അതെ, പക്ഷെ അച്ഛൻ ഇപ്പോൾ സിറ്റി ബ്രാഞ്ചിലല്ല, അച്ഛൻ ചെന്നൈ ബ്രാഞ്ചിലാണ്. അവർക്ക് ചെറിയ ആശ്വാസവും ഒപ്പം ആശങ്കയും തോന്നി. ഇനി തങ്ങൾ തിരയുന്ന ആൾ തന്നെയല്ലേ ആ കൊലയാളി ഉദ്ദേശിക്കുന്നത്? മോളെ, അച്ഛനിപ്പോൾ ചെന്നൈയിൽ തന്നെയാണോ? ഇന്ന് സൺഡേ അല്ലേ, വീട്ടിൽ വന്നില്ലേ? അച്ഛനിവിടെ ഉണ്ടായിരുന്നു. 1/2 മണിക്കൂർ മുമ്പാണ് പോയത്. 2 പേരും ഞെട്ടി. എങ്ങോട്ട്? റെയിൽവേ സ്റ്റേഷൻ. ചെന്നൈ മെയിൽ 6 മണിക്കല്ലേ? 6 മണിക്കോ? മൈ ഗോഡ്, വണ്ടിയിലാണോ പോയത്? ഞങ്ങളുടെ വണ്ടി ഇന്നലെ രാത്രി മോഷണം പോയി, അതുകൊണ്ട് ടാക്സി പിടിച്ചാ പോയെ. എന്താ അങ്കിൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിന് മറുപടി കൊടുക്കാതെ അവർ ഇരുവരും തിരികെ വണ്ടിയിലേക്ക് വാഞ്ഞു. കാര്യം മനസ്സിലാക്കാതെ ആ കുട്ടി പകച്ചു നിന്നു. വണ്ടിയിൽ കയറി ഗൗരി വാച്ചിൽ നോക്കി. സമയം 5:30 കഴിഞ്ഞു. എത്ര ശ്രമിച്ചാലും നമുക്ക് 6 മണിക്ക് മുമ്പ് ഇവിടുന്ന് സ്റ്റേഷനിൽ എത്താൻ കഴിയില്ല. സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് റെയിൽവേ പോലീസിനെ അറിയിച്ചിട്ട് അയാളോട് സ്റ്റേഷനിലേക്ക് വരാനായി പറയാം. അയാൾ അവിടെ വരികയാണെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ നിർദ്ദേശം കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അവിടെ എത്താം. ഓക്കെ. അവർ വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. അവൻ്റെ ഈ കൊലയെങ്കിലും തടഞ്ഞേ പറ്റൂ. 2 പേരുടെയും മനസ്സിൽ അത് മാത്രമായിരുന്നു ചിന്ത. ജോണിന്റെ വണ്ടിയിൽ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പാഞ്ഞു. അവരുടെ യാത്രയ്ക്കിടെ ജോണിനൊരു ഫോൺ വന്നു. ഡ്രൈവിംഗ് ആയിരുന്നതിനാൽ ജോൺ ഫോൺ സ്പീക്കറിലിട്ട് സംസാരിച്ചു. സാർ, ഇത് സാമാണ്. സാം, ഞാൻ അത്യാവശ്യമായി ഒരിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അർജന്റ് ഉണ്ടോ? യെസ് സാർ. ഇന്ന് ജയിലിൽ റോഡിനടുത്തുള്ള അഴുക്കുചാലിൽ നിന്ന് 1 ദിവസം പഴക്കമുള്ള ഒരു മൃതദേഹം കിട്ടിയിരുന്നു. ആ ആളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് രാവിലെ സാർ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട ആളാണ്. ആരാണത്? അത് അയാളുടെ ബോഡിയാണ് സാർ. 2 ദിവസം മുമ്പ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വനാഥ്. വാട്ട്? ജോൺ ശ്രദ്ധിച്ച്. ഗൗരി പറഞ്ഞതും അവർ യാത്ര ചെയ്തിരുന്ന വണ്ടിയിൽ മറ്റൊരു കാർ വന്നിടിച്ചതും ഒരുമിച്ചായിരുന്നു. നിയന്ത്രണം വിട്ട അവരുടെ വണ്ടി 2-3 തവണ കരണം മറിഞ്ഞ് ഒടുവിൽ ഒരു മരത്തിൽ തട്ടി നിന്നു. ഗൗരി, ഗൗരി! ജോൺ വിളിക്കുന്നത് അയാൾ കേട്ടില്ല. ഗൗരിക്ക് കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. ഗൗരി, ആർ യു ഓക്കെ?
കണ്ണു തുറന്ന് ചുറ്റും നോക്കിയ ഗൗരിക്ക് താനൊരു ആശുപത്രിയിലാണെന്ന് മനസ്സിലായി. യെസ്, ഐ ആം ഓക്കെ. തലയ്ക്ക് നല്ല വേദന തോന്നി. തൊട്ടു നോക്കിയപ്പോൾ കെട്ടിവെച്ചിരിക്കുന്നതായി മനസ്സിലായി. സ്റ്റിച്ചുണ്ട്, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കോൺഷ്യസ് ആയാൽ പോകാമെന്ന് പറഞ്ഞു. എൻ്റെ കൈക്ക് ചെറിയ പൊട്ടലുണ്ട്, ബാക്കിയെല്ലാം ഓക്കെയാണ്. ജോൺ ബാൻഡേജ് ഇട്ടിരുന്ന കൈ കുറച്ച് ഉയർത്തി കാണിച്ചു. ഇടിച്ചടിയിൽ ഇത്രയൊന്നുമല്ല ആ പറ്റേണ്ടിയിരുന്നത്. മറ്റേ വണ്ടിക്കാരെയും ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മദ്യപിച്ച് വണ്ടി ഓടിച്ചതാണ്. ജോൺ, സമയം എന്തായി? 8:30. ആ ബാങ്ക് മാനേജർ ജോൺ ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. ട്രെയിൻ തട്ടിയാണ് മരിച്ചത്. സ്റ്റേഷനടുത്തുള്ള ടണലിൽ നിന്നാണ് ബോഡി കിട്ടിയത്. വിശ്വനാഥ്? അയാളും ഓൾറെഡി മരിച്ചു. കേട്ടത് വിശ്വസിക്കാനായില്ല. അപ്പോൾ ഈ കൊലയൊക്കെ ചെയ്തത് തങ്ങൾ പിന്തുടരുന്ന കൊലയാളി ആരാണ്? മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നം ഉയർന്നു. തന്നെ വെല്ലുവിളിക്കുന്ന, വിശ്വനാഥിന്റെ ശത്രുക്കളെ കൊല്ലുന്ന ഒരു അസാധാരണ കൊലയാളി ആരാണ് അയാൾ? വീണ്ടും വീണ്ടും നമ്മൾ പിന്നിൽ അകപ്പെടുകയാണല്ലോ. ജോൺ നിരാശനായി. അപ്പോൾ നമ്മൾ ഇതുവരെ തിരഞ്ഞുകൊണ്ടിരുന്നത് തെറ്റായ ആളെയാണ്. അപ്പോൾ ഇയാളെയാകും മാലിനി മേഡം കണ്ടതും. ഇനി അവനെ കണ്ടെത്താൻ അവർക്ക് മാത്രമേ കഴിയൂ. അവനെ നേരിട്ട് കണ്ടതിൽ അവർ മാത്രമേ ഇപ്പോൾ ജീവനോടെ ഉള്ളൂ. ബട്ട് അവരിപ്പോഴും കോൺഷ്യസ് ആയിട്ടില്ല. അവർക്ക് സ്റ്റേബിൾ ആയാൽ ഉടനെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ അവിടുത്തെ SIയോട് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമ്മൾ വട്ടപൂജ്യത്തിൽ തന്നെ. പൂജ്യമാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ഒരു ക്ലൂ ഉണ്ട്. അയാൾ രാവിലെ ഫ്ലാറ്റിന് മുന്നിൽ കൊണ്ടുവന്ന കവർ. പക്ഷെ എനിക്ക് 5ാമത്തെ ക്ലൂ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അത് 5 എന്നുള്ള ലെറ്റർ മാത്രമാണ്. അത് ആരെയാണ് അർത്ഥമാക്കുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഗൗരി ഇപ്പോൾ അതേപ്പറ്റി ചിന്തിക്കേണ്ട. അധികം സ്ട്രെയിൻ വേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. തൽക്കാലം നമുക്ക് വീട്ടിലേക്ക് പോകാം. രാവിലെ ഇറങ്ങിയതല്ലേ, ഓക്കെ. ജോൺ അങ്ങനെ പറഞ്ഞെങ്കിലും ഗൗരിക്ക് അതേപ്പറ്റി ചിന്തിക്കാതിരിക്കാനായില്ല. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴും അയാളുടെ ചിന്ത മുഴുവനും ആ കൊലയാളിയെയും അയാളുടെ അടുത്ത ഇരയെയും പറ്റിയായിരുന്നു. ഗൗരി അയാളുടെ ഫ്ലാറ്റിൽ വിട്ടിട്ട് ജോൺ സ്വന്തം ഫ്ലാറ്റിലേക്ക് പോയി. വീട്ടിലെത്തിയ ശേഷവും ഗൗരിശങ്കർ അസ്വസ്ഥനായിരുന്നു. തൻ്റെ പക്കലുള്ള കവർ തുറന്ന് അതിലെ വസ്തുക്കൾ ഒന്നുകൂടി നോക്കി. 5ാമത്തെ ആളെ പറ്റിയുള്ള ക്ലൂ കണ്ടുപിടിക്കാനാകാതെ ഗൗരി നിരാശനായി. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് തനിക്കാണ്. ഇപ്പോൾ മറ്റൊരാൾക്ക് കൂടി ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നു. അത് കണ്ടുപിടിച്ച് തടയാനായില്ലെങ്കിൽ താൻ ഇതുവരെ പഠിച്ചതൊക്കെ വെറുതെയാണെന്ന് ചിന്തിച്ച് അയാൾ വിഷമത്തിലിരുന്നു. ആരാണ് ആ കൊലയാളി? എവിടെയോ മറഞ്ഞിരുന്ന അയാൾ തന്നെ നോക്കി ചിരിക്കുകയാണ്. അയാൾ ആരാണെന്ന് കണ്ടെത്താൻ പോലും തനിക്കായിട്ടില്ല. അയാളെ പറ്റിയുള്ള ഒരു അറിവും തനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയെന്ന് താൻ കരുതിയവയൊക്കെയും തെറ്റായിരുന്നു താനും. അയാൾ നിരാശനായി. ഗൗരി ഒന്നുകൂടി ആ സാധനങ്ങൾ നിരത്തിവെച്ച് അവയിൽ എന്തെങ്കിലും കണ്ടെത്താനാകുമെന്ന് ശ്രമിച്ചു നോക്കി. ചിത്രശലഭത്തിന്റെ അറ്റുപോയ ചിറകുകൾ, ESC കീ, വിവാഹമോതിരം, യുണൈറ്റഡ് റിപ്പബ്ലിക്കിന്റെ ബാങ്ക് ചിഹ്നമായ ഒരു കീ ചെയിൻ, ഇരുമ്പിൽ നിർമ്മിച്ച 5 എന്ന അക്കം. ഗൗരി ഒന്നുകൂടി അവയിൽ ഓരോന്നിലും സൂക്ഷിച്ചു നോക്കി. അയാളുടെ കണ്ണുകൾ തിളങ്ങി. ഒടുവിൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം അയാളുടെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നു. ഇത്തവണ ശരിക്കും ഞെട്ടിയത് ഗൗരിയാണ്. തൻ്റെ ആത്മസുഹൃത്തായ ജോൺ ഇത്രയും സമയം തൻ്റെയോടൊപ്പം ഉണ്ടായിരുന്നു. തനിക്കിതുവരെ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അയാൾ സമയം നോക്കി. 9 മണി. അടുത്ത മരണം നടക്കാനുള്ള സമയം. ഇനിയും താൻ വൈകിയാൽ ഒരാളുടെ കൂടി ജീവൻ നഷ്ടമാകും. അയാൾ വേഗം സ്വന്തം അപ്പാർട്ട്മെന്റിൽ നിന്നിറങ്ങി പുറത്തേക്ക് പാഞ്ഞു. ജോണിന്റെ ഫ്ലാറ്റിലേക്കാണ് പോയത്. ഡോർബെല്ലടിച്ചു. വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അകത്ത് നല്ല ഇരുട്ട്. ഗൗരി മെല്ലെ അകത്തേക്ക് കയറി. ജോണിനെ കാണാനായില്ല. തന്നെ പതിഞ്ഞ അപകടം ഒളിച്ചിരിപ്പുണ്ടെന്ന് ഗൗരിക്ക് മനസ്സിലായി. താൻ ഇതിനോടകം സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് തൻ്റെ ഇങ്ങോട്ടുള്ള വരവിൽ നിന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതിനാൽ തന്നെ ഏത് സമയവും തൻ്റെ നേരെ ഒരു ആക്രമണം ഉണ്ടാകാം. അതുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ പതുക്കെ നടന്നു. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ഒരു കത്തി ഗൗരിയുടെ നേരെ പാഞ്ഞെടുത്തു. ഇതുപോലുള്ള ഒരു അപകടം പ്രതീക്ഷിച്ചിരുന്നതിനാൽ അയാൾക്കത് തടുക്കാനായി. ഗൗരി അയാളുടെ കൈകൾ തടഞ്ഞ് അയാളെ ചവിട്ടി നിലത്തിട്ടു. ഇരുട്ടിൽ അയാളുടെ നീക്കങ്ങൾ ശരിക്ക് കാണാൻ കഴിയുന്നില്ല. അയാളുടെ കൈകളിൽ നിന്ന് കത്തി തെറിച്ചു പോയിരുന്നു. അയാൾ വീണ്ടും എഴുന്നേറ്റ് ഗൗരിയെ നേരിടാനായി അടുത്തു. ഇത്തവണയും ഗൗരിക്ക് അയാളെ തടുക്കാനായി. ഗൗരി അയാളെ കൈകൊണ്ട് ചുറ്റി കഴുത്തിന് പുറകിലെ മർമ്മഭാഗത്ത് ആഞ്ഞിടിച്ചു. അടികൊണ്ട് അയാൾ നിലത്ത് വീണു. കുറച്ചു സമയത്തെ ഏറ്റുമുട്ടലിൽ ഗൗരിക്ക് അയാളെ കീഴ്പ്പെടുത്താനായി. കഴുത്തിലെ മർമ്മഭാഗത്ത് അടികിട്ടിയതുകൊണ്ട് അയാൾ അനങ്ങാനാകാതെ നിലത്ത് കിടന്നു. ഗൗരി ഉടനെ തൻ്റെ ഫോൺ എടുത്ത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവരുടനെ അവിടേക്ക് എത്താമെന്ന് അറിയിച്ചു. ഫോൺ കട്ട് ചെയ്ത ശേഷം ഗൗരി ഫോണിലെ ലൈറ്റ് അടിച്ച് ഓഫ് ചെയ്തിരുന്ന മെയിൻ സ്വിച്ച് ഓണാക്കി. മെല്ലെ അകത്തേക്ക് നടന്നു. ഗൗരി ആ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടി. അകത്ത് മുറിയിൽ ജോൺ ബോധരഹിതനായി കിടക്കുന്നു. ഗൗരി അയാളെ മെല്ലെ എഴുന്നേൽപ്പിച്ചിരുത്തി. മെല്ലെ അയാളെ തട്ടി ഉണർത്തി. ബോധം വീണ ജോൺ കൈകൾ തലയിൽ പിടിച്ചുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു. ഗൗരി, അവൻ റിലാക്സ് ജോൺ, എല്ലാം നമ്മുടെ കൺട്രോളിലാണ്. ഗൗരിയുടെ സഹായത്തോട് ജോൺ മെല്ലെ എഴുന്നേറ്റ് പതിയെ ഹാളിലേക്ക് നടന്നു വന്നു. അപ്പോഴേക്കും പോലീസ് എത്തിയിരുന്നു. ഗൗരിയെ ആക്രമിച്ച ആൾ അപ്പോൾ നിലത്ത് കമിഴ്ന്നു കിടക്കുകയായിരുന്നു. പോലീസുകാർ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ട് അവരെല്ലാവരും ശരിക്കും ഞെട്ടി. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാകാതെ
ജോൺ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതെ, അത് അവൻ തന്നെ. തങ്ങൾ ഉച്ചയ്ക്ക് കണ്ട ആ പയ്യൻ, വിശ്വനാഥിന്റെ മകൻ. ഈ ചെറിയ പയ്യനാണ് ഒരു ദിവസം മുഴുവനും തങ്ങളെ കുഴയ്ക്ക് ഈ കൊലയെല്ലാം ചെയ്തതെന്ന് വിശ്വസിക്കാൻ പോലും അയാൾക്കായില്ല. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. അപ്പോഴും അവശ നിലയിലായിരുന്ന ജോണിനെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഗൗരി ജോണിനെ കാണാൻ ആശുപത്രിയിലെത്തി. തനിക്കിതുവരെയും ഉത്തരം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി ഗൗരിയെ കാത്തിരിക്കുകയായിരുന്നു ജോൺ. ഹൗ ആർ യു ജോൺ? ഐ ആം ഓക്കെ. ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു. ഞാനാണ് അവൻ്റെ 5ാമത്തെ ഇരയെന്ന് എങ്ങനെ മനസ്സിലായി? ഗൗരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സത്യത്തിൽ ആദ്യം അവന് തെറ്റുപറ്റിയതാണ്. എനിക്ക് രാവിലെ കിട്ടിയ കവർ അത് എനിക്കുള്ളതായിരുന്നില്ല. ജോണിൻ്റെ ഫ്ലാറ്റിലാണ് അവർ ആ കവർ ഇടാൻ ഉദ്ദേശിച്ചിരുന്നത്. ഫ്ലാറ്റ് മാറി എൻ്റെ ഫ്ലാറ്റിൻ്റെ മുന്നിലാണ് ഇട്ടത്. അതാണ് അവന് പറ്റിയ ഏക മിസ്റ്റേക്ക്. അതവനെ പിടികൂടാനുള്ള കാരണവുമായി. രണ്ടാമത് ജോണിനെ കൊല്ലാനായി വന്നപ്പോൾ അവൻ തെറ്റ് മനസ്സിലാക്കി ജോണിൻ്റെ ഫ്ലാറ്റിൽ തന്നെ കയറി. ആശുപത്രിയിൽ വെച്ചും മറ്റും അവർ എന്നെ കണ്ടിട്ടുണ്ടാകണം. അങ്ങനെയായിരിക്കാം അവന് രാവിലെ പറ്റിയ തെറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഗൗരി പറയുന്നത് വിശ്വനാഥന്റെ മകനാണ് ഇതിന് പിന്നിലെന്ന് ഗൗരി നേരത്തെ മനസ്സിലാക്കിയെന്നാണോ? ഇല്ല. പക്ഷെ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ നമ്മൾ കണ്ട സാഞ്ചീകൻ അത് വിശ്വനാഥന്റെ ആയിരുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. പക്ഷെ അത് അവൻ്റേതായിരുന്നു. അവൻ മാർഷൽ ആർട്സ് പഠിച്ചിരുന്നു എന്ന് രാത്രിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ എനിക്ക് മനസ്സിലായി. അവന്റെ വീടിന്റെ പുറകിലായി ആളൊഴിഞ്ഞൊരു കാറും കിടപ്പുണ്ടായിരുന്നു. എനിക്ക് ചെറിയ സംശയം തോന്നിയെങ്കിലും അപ്പോൾ നമ്മുടെ മനസ്സിൽ പ്രതി അവനല്ലായിരുന്നത് കൊണ്ട് കൂടുതൽ അതേപറ്റി ചിന്തിച്ചില്ല. ആ കാറ് UR ബാങ്കിന്റെ മാനേജറുടെ വീട്ടിൽ നിന്ന് ഇന്നലെ മോഷണം പോയതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപയോഗിച്ചാണ് അവൻ ഓരോ സ്ഥലത്തും നമ്മളെക്കാൾ വേഗത്തിലെത്തിയത്. രാവിലെ ജഡ്ജിയെ ഇടിച്ചതും ഇതേ കാർ തന്നെയാണെന്ന് അവിടുത്തെ CCTV ക്യാമറ ഫുട്ടേജിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. മാർഷൽ ആർട്സിലുള്ള അവൻ്റെ കഴിവ് കരുത്തനായ ജോൺ ഉൾപ്പെടെ എല്ലാവരെയും കീഴ്പ്പെടുത്താൻ അവന് സഹായകമായി. അവൻ്റെ അറ്റാക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതിനാലും കുറച്ചൊക്കെ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ളതിനാലും എനിക്ക് അവനെ കീഴ്പ്പെടുത്താനായി. മാലിനി മേഡം അവനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറ്റം അവൻ സമ്മതിച്ചിട്ടുമുണ്ട്. വിശ്വനാഥിന്റെ മരണത്തിന് പിന്നിലും അവൻ തന്നെയാണ്. ജയിൽ ചാടി രാത്രിയിൽ വീട്ടിൽ വന്ന അച്ഛനുമായി അവൻ വഴക്കായി. അവിടെ നിന്ന് ഇറങ്ങിപ്പോയ അയാളെ അവൻ പിന്തുടർന്നു. പിന്നീട് അയാളുമായി ഉണ്ടായ വഴക്ക് അയാളുടെ മരണത്തിൽ കലാശിച്ചു. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ചെയ്തതാണെങ്കിലും അവനതൊരു ഷോക്കായി മാറി. വിശ്വനാഥൻ ജയിലിലാകുന്നതിന് മുമ്പ് വരെ സ്കൂളിലെ ഏറ്റവും സമർത്ഥനായ കുട്ടിയായിരുന്നു അവൻ. വിശ്വനാഥൻ ജയിലിലായതോടെ അവന്റെ വിദ്യാഭ്യാസവും നിലച്ചു. അതിനുശേഷം അവൻ അനുഭവിച്ചിട്ടുള്ള കള്ളന്റെ മകൻ എന്നുള്ള അവഗണനയും പരിഹാസവും പിന്നെ അച്ഛനെ കൊന്നതുകൊണ്ടുള്ള ഷോക്കും എല്ലാം കൂടി അവനെ ഒരു സെക്കൻഡറി സൈക്കോപാത്താക്കി മാറ്റുകയായിരുന്നു. തൻ്റെ അച്ഛൻ്റെ ജീവിതം തകർത്ത് തന്നെ ഈ നിലയിൽ എത്തിച്ചവരോടുള്ള പ്രതികാരം ചെയ്യുക എന്നത് മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. അങ്ങനെ അവനുണ്ടാക്കിയ സ്ക്രിപ്റ്റാണ് ഇന്ന് അരങ്ങേറിയത്. അവൻ്റെ 5 ഇരകളിൽ ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാനായതിനാൽ ആശ്വസിക്കാം. ഇപ്പോഴും ഞാൻ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. 5ാമത്തെ ആളെ എങ്ങനെ കണ്ടെത്തിയെന്നല്ലേ? അത് പറയാം. ഞാൻ പറഞ്ഞല്ലോ ആ കവർ നിനക്കുള്ളതായിരുന്നെന്ന്. അതിലെ വസ്തുക്കൾ ഞാൻ നിരത്തി വെച്ച് നോക്കിയപ്പോൾ അതിൽ ഒളിച്ചിരുന്ന 5ാമത്തെ ആളെ പറ്റിയുള്ള ക്ലൂ എനിക്ക് കിട്ടി. എന്തായിരുന്നു അത്? ആ 5 വസ്തുക്കൾ മരിക്കാൻ പോകുന്ന 5 പേരെ പറ്റിയുള്ള സൂചനകൾ മാത്രമല്ല, ചിത്രശലഭത്തിൻ്റെ ചിറകുകൾ. അവ ചേർത്ത് വയ്ക്കുമ്പോൾ ഇംഗ്ലീഷിലെ M എന്ന അക്ഷരമാകും. പിന്നെ ESC കീയിലെ ESC, പിന്നെ വിവാഹമോതിരം O എന്ന അക്ഷരം. ഇവ ചേർത്ത് വായിക്കുമ്പോൾ മെസ്കോ. അതെ, ജോൺ മെസ്കോ. നിന്റെ സർനെയിം. പിന്നെ UR ബാങ്കിന്റെ UR എന്ന ചിഹ്നവും 5 എന്ന അക്കവും ഇംഗ്ലീഷിലെ You are the 5th ടാർഗറ്റ് എന്നതിൻ്റെ സൂചനകളാണ്. ചേർത്ത് വായിച്ചപ്പോൾ മെസ്കോ UR 5. 5ാമത്തെ ഇര നീയാണ്. ബാങ്ക് ഫ്രോഡ് കേസിലെ പ്രധാന തെളിവുകൾ കണ്ടെത്തിയത് നീയായിരുന്നല്ലോ. അതാകും നിന്നോട് അവന് ശത്രുത തോന്നാൻ കാരണം. നീ ഉൾപ്പെടെ 5 പേരെ അവൻ കൊല്ലാൻ പോവുകയാണെന്നും അതിൽ നീ 5ാമനാണെന്നും നിന്നെ വെല്ലുവിളിച്ച ശേഷമാണ് അവൻ അവൻ്റെ ജോലികൾ തുടങ്ങാൻ അവൻ പോയത്. അതാണ് ആ ക്ലൂ അടങ്ങിയ കവർ നിനക്കെത്തിക്കാൻ അവൻ നോക്കിയത്. പക്ഷേ കഷ്ടകാലത്തിന് ആ തെളിവുകൾ എൻ്റെ കയ്യിലാണ് എത്തിയത്. ഒരു ദിവസം മുഴുവനും തങ്ങളെ ഭയപ്പെടുത്തുകയും അതിലേറെ സമ്മർദ്ദത്തിലാഴ്ത്തുകയും ചെയ്ത കുറ്റവാളിയെ ഒടുവിൽ പിടിക്കാൻ കഴിഞ്ഞതിലുള്ള ആശ്വാസം അപ്പോൾ അവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥത്തോടെ ഗൗരിശങ്കർ തിരികെ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മടങ്ങി. സംഭവബഹുലമായ അയാളുടെ ജീവിതത്തിലെ ഒരു രാത്രിക്ക് കൂടി അങ്ങനെ തിരശീല വീണു. ഈ കഥ അവസാനിച്ചു. പക്ഷെ അടുത്ത കഥയും കൂടിയുണ്ട്. കാരണം ഇത് ചെറിയ സ്റ്റോറി ആയിരുന്നല്ലോ. അപ്പോൾ ഒരു സ്റ്റോറിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി കേട്ടിട്ട് പോകൂ. കഥയുടെ തുടക്കത്തിൽ രാവിലെ 5:30 റംല മകനെ വിളിച്ചു. യാസീനെ, ബാങ്ക് കൊടുത്തു, എഴുന്നേറ്റ് നിസ്കരിക്ക്. എടാ എഴുന്നേൽക്കടാ ചെറുക്ക, സമയമായി. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തു. ഇതെന്തൊരു കഷ്ടമാണ്. ആ മൂസിയോട് ചാറ്റ് ചെയ്തേ ഉറങ്ങാൻ വൈകിയത് കൊണ്ടാണ്. ഉമ്മാടെ കളിയാക്കൽ കേട്ട് ചിരിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു. മുഹസിന എന്ന മൂസി, അവൻ്റെ ജീവൻ. അടുത്ത മാസമാണ് അവരുടെ കല്യാണം. ദിവസങ്ങൾ വളരെ പതുക്കെ പോകുന്നത് കൊണ്ട് ഇരുവർക്കും കാത്തിരിക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. അവൻ വേഗം എഴുന്നേറ്റ് കുളിക്കാൻ കയറി. പത്തനംതിട്ട സ്റ്റേഷനിലെ SI ആണ് യാസീൻ.
സർവീസിൽ കയറി 2 വർഷമായി. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുതലുള്ള പ്രണയമാണ് മൂസിയുമായി. അവളുടെ വീട്ടിൽ ചെറിയ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ജോലി കിട്ടിയതോടെ അതെല്ലാം മാറി. അവളാണെങ്കിൽ പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായി ജോലിക്ക് കയറിയിട്ട് 3 മാസമായിട്ടുള്ളൂ. ജോലി കിട്ടിയതിന് ശേഷം കല്യാണം മതിയെന്ന് അവളുടെ വാശി. അതാണ് ഇത്രയും വൈകിച്ചത്. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ യാസീൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് കോളെടുത്തു. അപ്പുറത്ത് കോൺസ്റ്റബിൾ ഭാസ്കരൻ ചേട്ടനായിരുന്നു. സാർ, ഗവി റോഡിൽ ഒരു ആക്സിഡന്റ്, നമ്മുടെ ചാത്തമുക്കിലാ. ഇതിപ്പോൾ ഈ മാസം തന്നെ 4ാമത്തേതാണ്. ഇന്നലെ രാത്രിയാണ് സംഭവം. 8 വയസ്സുള്ള ഒരു കുട്ടി ഒഴികെ ബാക്കി എല്ലാവരും മരണപ്പെട്ടു. കുട്ടിക്ക് ബോധം വന്നിട്ടില്ല. ആൾതാമസമില്ലാത്ത ഏരിയ ആയതിനാൽ ആരും അറിഞ്ഞില്ല. രാവിലെ ട്രിപ്പ് വന്ന കുറേ പിള്ളേരാണ് സംഭവം കണ്ടത്. ഓക്കെ ചേട്ടാ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് യാസീൻ ഫോൺ കട്ട് ചെയ്തു. ഉടനെ തന്നെ അവർ തൻ്റെ പ്രിയതമയെ വിളിച്ചു. ഹായ് മൂസി. ഹായ്, എന്താണ് മാഷെ രാവിലെ തന്നെ? ഇന്ന് ഞാൻ വരില്ല കേട്ടോ, അത് പറയാനാണ് വിളിച്ചത്. എന്ത് പറ്റി? എവിടെ പോകുന്നു? ഒരു കേസുണ്ട്, ഗവി റോഡിൽ ഒരു ആക്സിഡന്റ്, ഒന്ന് പോയി നോക്കണം. വന്നിട്ട് വിളിക്കാം. ശരി, എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഓക്കെ ഡിയർ, ബൈ. സംഭവം നടന്ന സ്ഥലം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ചേട്ടാ. എന്താ നടന്നത്? എങ്ങനെയാണ് നടന്നത്? വല്ല ഊഹവുമുണ്ടോ ചേട്ടന്? അച്ഛനും അമ്മയും 2 കുട്ടികളുമാണ് വണ്ടിയിലുണ്ടായിരുന്നത്. അതിൽ 8 വയസ്സുള്ള കുട്ടി ഒഴികെ ബാക്കി 3 പേരും മരണപ്പെട്ടു. മരണപ്പെട്ടവരുടെ കഴുത്തിൽ പല്ല് ആഴ്ന്നിറങ്ങിയ 2 പാടും, കൂടാതെ കഴുത്തിലെ ഇറച്ചി കടിച്ചു പറിച്ചും എടുത്തിരിക്കുന്നു. ഇതിനു മുമ്പ് നടന്ന അപകടത്തിലൊന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ആ കുട്ടിക്ക് ബോധം വരണം. ഓക്കെ. ഭാസ്കരൻ ചേട്ടനോട് ആശുപത്രിയിൽ വിളിച്ച് അന്വേഷിക്കാനും വണ്ടിയിലെ അഡ്രസ്സ് നോക്കി ബന്ധുക്കളെ വിവരം അറിയിക്കാനും പറഞ്ഞ് യാസീൻ ചുറ്റുപാടൊന്നും നടന്നു. എന്തോ ഒരു നെഗറ്റീവ് ഫീല്. എന്തായിരിക്കും സംഭവിച്ചത്? വളരെ വിജനമായ പ്രദേശം. ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാകുമോ? അതോ ഇനി വല്ല പ്രേതമോ മറ്റോ? അങ്ങനെ വരാൻ വഴിയില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. സാർ, അപ്പോഴാണ് പുറകിൽ നിന്നും ഭാസ്കരൻ ചേട്ടൻ വിളിക്കുന്നത്. എന്താ ചേട്ടാ? സാർ, ആ കുട്ടിക്ക് ബോധം വന്നിട്ടുണ്ടെന്ന് ആശുപത്രിയിൽ നിന്നും വിളിച്ചിരുന്നു. താങ്ക് ഗോഡ്. എത്രയും പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിൽ എത്തണം. ചേട്ടൻ വണ്ടിയെടുക്ക്. ഓക്കെ സാർ. ആശുപത്രിയിൽ ആ കുട്ടിയുടെ കഴുത്തിലും മരണപ്പെട്ടവരുടെ കഴുത്തിലെ അതേ പാടുകളുണ്ട്. ആയുസ്സുള്ളത് കൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയതാണ്. ഡോക്ടറെ, ഫിംഗർ പ്രിന്റ് എന്തെങ്കിലും ഉണ്ടോ? ഫിംഗർ പ്രിന്റ് ഒന്നും തന്നെ ദേഹത്തില്ല. കുട്ടിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് വേണം. കൂടുതൽ സ്ട്രെയിൻ കൊടുക്കരുത് കുട്ടിക്ക്. കണ്ടീഷൻ കുറച്ച് മോശമാണ്. ബ്ലഡ് കുറേ പോയതുകൊണ്ട് 2 ദിവസം എടുക്കും ആളൊന്ന് നോർമലാകാൻ. മാത്രമല്ല വല്ലാതെ പേടിച്ചിട്ടുണ്ട് പാവം. ഡോക്ടർ പറഞ്ഞത് മൊത്തം കേട്ട് യാസീൻ ആ കുട്ടിയുടെ അരികിലിരുന്നു. നെറ്റിയിൽ നിന്നും മുടികളിലൂടെ കൈ ഓടിച്ചുകൊണ്ട് യാസീൻ ചോദിച്ചു, എന്താ മോളുടെ പേര്? അശ്വതി. വയ്യാതെയാണെങ്കിലും അവൻ പറഞ്ഞൊപ്പിച്ചു. ഇന്നലെ രാത്രിയിൽ എന്താ നടന്നതെന്ന് മോളൂന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ചോദ്യം കേട്ടതും അവളുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകി ഒപ്പം വല്ലാത്ത ഭയപ്പാടും. കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങി. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഗവിയിൽ പോയത്. തിരിച്ചു വരുന്ന വഴിയിൽ റോഡൊന്നും കാണാൻ പാടില്ലാത്ത രീതിയിൽ മഞ്ഞിറങ്ങി. മഞ്ഞ് കൂടി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ അച്ഛൻ വണ്ടി ഒന്ന് നിർത്തി. പെട്ടെന്നായിരുന്നു വണ്ടിയുടെ ലൈറ്റ് 2 അണഞ്ഞത്. ഞങ്ങൾക്കെല്ലാവർക്കും പേടിയായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നപ്പോൾ വണ്ടിയുടെ ലൈറ്റ് കത്തിയ ശേഷം വീണ്ടും കെട്ടു. അതേസമയം തന്നെ വണ്ടിയുടെ അകത്തേക്ക് വല്ലാത്തൊരു ദുർഗന്ധം അടിച്ചു കയറി. പെട്ടെന്ന് കെട്ടുപോയ വണ്ടിയുടെ ലൈറ്റ് ഓണായപ്പോൾ വണ്ടിയുടെ മുന്നിൽ ഒരു കറുത്ത രൂപം നിൽക്കുന്നത് ഞങ്ങളെല്ലാവരും കണ്ടു. പേടിച്ചു വിറച്ചുകൊണ്ട് ഭയത്താൽ അച്ഛൻ വണ്ടി മുന്നോട്ടെടുത്തതും പെട്ടെന്ന് ലൈറ്റ് പിന്നെയും കെട്ടു. പേടി കാരണം അച്ഛൻ വണ്ടി നിർത്താതെ മുന്നോട്ട് ഓടിച്ചു. ആ രൂപത്തെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴേക്കും ലൈറ്റില്ലാത്തതിനാൽ ഒരു മരത്തിലിടിച്ച് വണ്ടി നിന്നു. ഞാനും ചേട്ടായും പേടിച്ചു കരഞ്ഞു. അപ്പോഴാണ് ആദ്യം കണ്ട പോലെ 4 രൂപങ്ങൾ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിച്ച് ഞങ്ങളുടെ എല്ലാം കഴുത്തിൽ പിടിച്ചത്. മുഖമൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വണ്ടിയിൽ വന്ന അതേ ദുർഗന്ധം തന്നെയായിരുന്നു ആ കറുത്ത രൂപങ്ങൾക്കും. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ. ആ കുട്ടി പറഞ്ഞ കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് യാസീൻ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ചേട്ടായും എവിടെയാങ്കിലേ? പെട്ടെന്ന് അവൻ ചിന്തകളിൽ നിന്ന് മുക്തനായി. അപ്പുറത്തുണ്ട് മോളെ. മോള് പഴയ പോലെ മിടിക്കാകുമ്പോഴേക്കും അങ്കിള് അവരെയും കൂട്ടി വരാട്ടോ. ആ കുട്ടിയുടെ നെറ്റിയിൽ സ്നേഹചുംബനം നൽകിക്കൊണ്ട് നിറകണ്ണുകൾ അവൾ പെട്ടെന്ന് കാണാതിരിക്കാനായി യാസീൻ തിരിഞ്ഞു നടന്നു. ഭാസ്കരൻ ചേട്ടാ. എന്താ സാർ? ഇന്ന് രാത്രി നമുക്കൊന്ന് പോകണം അവിടം വരെ. എന്താ ചേട്ടൻ്റെ അഭിപ്രായം? അത് വേണോ സാർ? ഒരു മുൻകരുതലും ഇല്ലാതെ റിസ്ക് എടുക്കണോ? നമുക്ക് കുറച്ച് പോലീസുകാരെയും കൂട്ടാം. എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാലോ. അത് മനുഷ്യന്മാരായിരിക്കുമോ അതോ വല്ല ദുഷ്ടശക്തികളോ ആണോ എന്ന് അറിയാമല്ലോ. എനിക്ക് പേടി തോന്നുന്നുണ്ട് സാർ. ആ കുട്ടി പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ മനുഷ്യന്മാരാണെന്ന് തോന്നണില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപകടം നടന്ന വണ്ടിയിൽ നിന്നും വല്ലതും മോഷണം പോയിട്ടുണ്ടോ? ഇല്ല സാർ. ഓക്കെ ചേട്ടാ, വൈകിട്ട് 9 മണിക്ക് കാണാം. ആശുപത്രിയിൽ നിന്നും യാസീൻ നേരെ വീട്ടിലെത്തി ഉമ്മാനോട് കാര്യം പറഞ്ഞു. ഉമ്മാക്ക് എന്താ തോന്നുന്നത്? ഞാൻ എന്ത് പറയാനാ മോനെ, കേട്ടിട്ട് വല്ലാത്ത ഭയം തോന്നുന്നുണ്ട്. എന്നാലേ എൻ്റെ പൊന്നു പേടിച്ചിരിക്കാതെ മകൻ പോയി വിജയിച്ചു വരാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഉമ്മാടെ കവളിൽ ഒരു മുത്തം നൽകിക്കൊണ്ട് യാസീൻ വീട്ടിൽ നിന്നിറങ്ങി. എതിര് പറയുമെന്നറിയാവുന്നത് കൊണ്ട് മൂസിയോട് കാര്യം പറഞ്ഞില്ല.
രാത്രി 11:30 ആയപ്പോഴേക്കും അവർ സംഭവ സ്ഥലത്തെത്തി. 2 വണ്ടിയിലാണ് അവർ പോയത്. ഒരു വണ്ടി ആക്സിഡന്റ് നടന്ന സ്പോട്ടിലിട്ടു. യാസീനും കൂട്ടരും അവരുടെ വണ്ടി കുറച്ച് മാറ്റിയിട്ടു. ഉറങ്ങുന്നതിന് മുന്നേ ഉമ്മ അവനെ വിളിച്ചു. എന്താ ഉമ്മ? സൂക്ഷിക്കണം മോനെ, പേടിക്കാതെ ഉമ്മ, ഒന്നും സംഭവിക്കില്ല. അത് പറഞ്ഞ് ഉമ്മയെ സമാധാനിപ്പിച്ച ശേഷം ഫോൺ കട്ട് ചെയ്തു. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടേയിരുന്നു. മറ്റേ വണ്ടിയിലുണ്ടായിരുന്നവർ ചെറുതായി മയങ്ങി തുടങ്ങി. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ അവരോടൊന്നും പറയാത്തതിനാൽ അവർക്കൊന്നും ഭയമില്ലായിരുന്നു. 2 മണി ആകാറായി. യാസീനും പതിയെ മയക്കത്തിലേക്ക് വീണു. മറ്റേ വണ്ടിയിലേക്ക് ദുർഗന്ധം വമിക്കുന്നത് അറിയാതെ. മഞ്ഞിനാൽ വണ്ടി മൂടപ്പെട്ടുകൊണ്ടേയിരുന്നു. 4 കറുത്ത രൂപങ്ങൾ വണ്ടിക്കരികിലേക്ക് മഞ്ഞിലൂടെ നടന്നെടുത്തു. ദുർഗന്ധം അതികഠിനമായപ്പോൾ കണ്ണു തുറന്ന ഒരു പോലീസുകാരൻ ഞെട്ടി. വണ്ടിയുടെ ഗ്ലാസുകൾ താഴ്ത്താൻ കഴിയുന്നില്ല. ഡോറും ഓപ്പൺ ആകുന്നില്ല. പേടിച്ചു വിറച്ചുകൊണ്ട് ഫോണെടുത്ത് യാസീൻ്റെ നമ്പർ ഡയൽ ചെയ്തു. മഞ്ഞിലൂടെ നടന്നെടുക്കുന്ന കറുത്ത രൂപങ്ങളെ കാണാതെ. യാസീന് കോൾ ചെയ്തിട്ട് കോൾ പോകുന്നേ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കൂടെ ഉണ്ടായിരുന്ന ബാക്കി 4 പേരെ കൂടി അയാൾ വിളിച്ചുണർത്തി. ഞെട്ടി വിറച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് അവർക്ക് അതികഠിനമായ മഞ്ഞ് കാരണം പുറത്തുള്ള യാതൊന്നും കാണാൻ സാധിച്ചില്ല. വണ്ടിക്കകത്തുള്ള ദുർഗന്ധം കൂടിക്കൂടി വരുന്നതിനാൽ എല്ലാവർക്കും വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ തോന്നി. പെട്ടെന്ന് 4 ഗ്ലാസുകളും തനിയെ താഴ്ന്ന് അതിൻ്റെ കൂടെ തന്നെ 4 കൈകളും വണ്ടിക്കകത്തേക്ക് നീണ്ടു. അവർ ഓരോരുത്തരുടെയും കഴുത്തിൽ ഞെരിച്ചുകൊണ്ട് ഡോറിനരികിലേക്ക് വലിച്ചെടുപ്പിച്ചു. ഒന്ന് ശബ്ദിക്കാൻ പോലും ആകാതെ എല്ലാവരും വിറങ്ങലിച്ചിരുന്നു. കഴുത്തിൽ പല്ലുകൾ ആഴ്ന്നിറങ്ങുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഒരാൾ മാത്രം ശബ്ദം പോലും പുറത്തു വരാതെ ഭയന്ന് വിറച്ചുകൊണ്ട് അബോധാവസ്ഥയിലേക്ക് വീണു. ഇതേ സമയം യാസീൻ്റെ വണ്ടിയുടെ പുറത്തും മഞ്ഞുകൊണ്ട് നിറയാൻ തുടങ്ങി. ഒപ്പം തന്നെ ദുർഗന്ധം അടിച്ചു കയറിയപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന ഭാസ്കരൻ ചേട്ടൻ ഞെട്ടി. ആ കുട്ടി പറഞ്ഞ പോലെ സംഭവിക്കുന്നു. മഞ്ഞും വണ്ടി നിറയെ സഹിക്കാൻ വയ്യാത്ത ദുർഗന്ധവും. ഭയന്ന് പറിച്ചുകൊണ്ട് അയാൾ യാസീനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് യാസീൻ പുറത്തേക്ക് നോക്കി. പുറത്തുള്ള ശക്തമായ മഞ്ഞ് കാരണം മറ്റുള്ളവരുടെ വണ്ടി കാണാൻ സാധിക്കുമായിരുന്നില്ല. ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങാനായി ഡോർ തുറക്കാൻ നോക്കിയപ്പോൾ ഡോർ തുറക്കുന്നില്ല. വേഗത്തിൽ തന്നെ തോക്കെടുത്ത് വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസിൽ തുരുതുരെ വെടിയുതിർത്തു. ശേഷം ഗ്ലാസ് ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ചാടിയ ശേഷം അപ്പുറത്തെ വണ്ടിയിലേക്ക് ഓടി. അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. സഹപ്രവർത്തകരുടെ കഴുത്തിൽ ആഞ്ഞു തറച്ചിരിക്കുന്ന പല്ലുകളുടെ പാടുകൾ. കഴുത്തിലെ ഒരു ഭാഗം കടിച്ചെടുത്തിരിക്കുന്നു. എല്ലാവരുടെയും കണ്ണുകൾ ചൂഴ്ന്നെടുത്തിരിക്കുന്നു. കണ്ണിൽ നിന്നും കഴുത്തിൽ നിന്നും ചോര ധാരയായി ഒഴുകുന്ന കാഴ്ച ഭയാനകമാക്കി. മരണപ്പെട്ടു എന്ന് കരുതി നോക്കി നിൽക്കുമ്പോഴാണ് വണ്ടിയിലുണ്ടായിരുന്ന ആളുകളെല്ലാം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നെടുത്തത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാസ്കരൻ ചേട്ടൻ്റെയും യാസിൻ്റെയും പാദങ്ങൾ പിന്നോട്ട് ചലിച്ചു. മരണം മുന്നിലേക്ക് വരുന്ന നിമിഷം അവരെ നിറയൊഴിക്കാതെ വേറെ വഴിയൊന്നും യാസീന് തോന്നിയില്ല. അവർ ഓരോരുത്തരെയും മാറി മാറി വെടിവെച്ചു. വെടികൊണ്ട് ഒന്ന് അനങ്ങുകയല്ലാതെ വേറൊന്നും അവർക്ക് സംഭവിക്കുന്നില്ല എന്നത് യാസീനെ കൂടുതൽ ഭയത്തിലാക്കി. ഒപ്പം ദുർഗന്ധം വളരെ ശക്തമായി മൂക്കിലേക്ക് അടിച്ചു കയറി. ആ ഭീകരരൂപികളെല്ലാം അവരിലേക്കെടുത്തു. പെട്ടെന്ന് തൊട്ടുപുറകിൽ നിന്നും യാസീൻ്റെ കഴുത്തിൽ ആരോ കടന്നു പിടിച്ചു. ദുർഗന്ധം സഹിക്കാൻ കഴിയുന്നില്ല. അയാളുടെ കൈകൾ തൻ്റെ കഴുത്തിൽ ഞെരിഞ്ഞമർന്നു. ശ്വാസോഗതി കുറഞ്ഞു വന്നു. ദുർഗന്ധം കൂടുന്നതിനനുസരിച്ച് ഒരു ഞെട്ടലോടെ യാസീൻ മനസ്സിലാക്കി തൻ്റെ കഴുത്തിലേക്ക് പല്ലുകൾ ആഴ്ന്നിറക്കാനുള്ള ശ്രമമാണെന്ന്. മരണത്തെ മുന്നിൽ കണ്ട നിമിഷം അവസാനത്തെ 3 ഉണ്ടകളും ആ നെഞ്ചിൽ തന്നെ യാസീൻ തറച്ചു കയറ്റി. കൈകളുടെ ബലം കൂടുന്നതല്ലാതെ ആ രൂപത്തിനൊന്നും സംഭവിക്കുന്നില്ല. നിസ്സഹായതയിൽ യാസീൻ തിരിച്ചറിഞ്ഞു യാസീൻ മരണത്തിലേക്ക് പോവുകയാണെന്ന്. തൻ്റെ സ്നേഹനിധിയായ ഉമ്മ, മൂസി, രണ്ടാളുടെയും മുഖങ്ങൾ മനസ്സിൽ മാറിമറിഞ്ഞു. ഒപ്പം ആശുപത്രിയിൽ കിടക്കുന്ന അശ്വതിക്കുട്ടിയുടെ മുഖവും. ഒരു വിറയിലൂടെയാണെങ്കിലും യാസീൻ തിരിച്ചറിഞ്ഞു തൻ്റെ കഴുത്തിൽ ദുർഗന്ധം വമിക്കുന്ന ആ രൂപത്തിൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങുന്നത്. ശരീരം തളരുന്ന പോലെ അവന് തോന്നി. കാലിലെ വിരലുകളിൽ നിന്നും രക്തം വളരെ വേഗത്തിൽ കഴുത്തിലേക്ക് ഓടിയെത്തുന്ന പോലെ. കണ്ണുകൾ കൂമ്പിയടഞ്ഞു. മരണത്തിലേക്ക് താൻ അടുത്തിരിക്കുന്നു. ഇനി വെറും നിമിഷങ്ങൾ മാത്രം. മരണവേദനയിൽ പിടച്ചുകൊണ്ട് നിലത്തേക്ക് വീഴുമ്പോൾ തനിക്കരികിൽ ഭാസ്കരൻ ചേട്ടൻ്റെ കഴുത്തിൽ അതേ പല്ലുകൾ ആഴ്ന്നിറങ്ങുന്നത് കണ്ടുകൊണ്ട് യാസീൻ്റെ 2 കണ്ണുകളും അടഞ്ഞു. ഹൃദയമിടിപ്പ് നിൽക്കുന്നതിനു മുമ്പ് അവൻ ഓർത്തു ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞത് ഒന്ന് കേട്ടിരുന്നെങ്കിൽ. തൻ്റെ സ്നേഹനിധിയായ ഉമ്മ, തൻ്റെ ജീവനായ മൂസി. ഉമ്മ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് യാസീൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. ഇതൊരു സ്വപ്നമായിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വല്ലാതെ വിയർത്തിരിക്കുന്നു. അറിയാതെ ആണെങ്കിലും കൈകൾ കഴുത്തിലൂടെ ഓടി നടന്നു. ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം സ്വപ്നം തന്നെ. ഹോ, ഭീകരമായ സ്വപ്നം. തൻ്റെ ഓർമ്മയിൽ ആദ്യമായാണ് ഇങ്ങനെ. ശബ്ദം കേട്ട് ഉമ്മ റൂമിലേക്ക് ഓടിയെത്തി. എന്തു പറ്റി മോനെ? ഒന്നുമില്ല, ഒരു സ്വപ്നം കണ്ടതാ, വല്ലാതെ പേടിച്ചുപോയി. സാരമില്ല മോനെ, എഴുന്നേറ്റ് നിസ്കരിക്കേ, എല്ലാം ശരിയാകും. അപ്പോഴേക്കും ഉമ്മാടെ അനിയത്തിമാരും കുട്ടികളും എല്ലാം അവിടെ എത്തി. നല്ലൊരു ദിവസം വരാൻ പോകുക, പേടിപ്പിച്ച് കളഞ്ഞല്ലോടെ ചെറുക്ക. മൂത്തമ്മാടെ ചോദ്യം കേട്ട് ഇല്ലാത്ത ചിരി മുഖത്ത് വരുത്തി യാസീൻ എഴുന്നേറ്റു. എല്ലാവരും വീട്ടിലുണ്ട്. നാളെയും മറ്റന്നാളുമാണ് തൻ്റെയും മൂസിയുടെയും കല്യാണം. മൂത്തുമ്മ പറഞ്ഞതുപോലെ തന്നെ വല്ലാതെ പേടിച്ചു പോയിരിക്കുന്നു. ഒന്നും മനസ്സിൽ നിന്നും മായുന്നില്ല. അശ്വതി, ആ കുട്ടിയുടെ മുഖം പോലും.
പള്ളിയിൽ പോയി നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഉസ്താദിനെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സാരമില്ല യാസീനെ, ആദ്യമായല്ലേ ഇങ്ങനെയൊക്കെ, ടെൻഷനൊന്നും ആകണ്ട, നന്നായി ഒന്ന് പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാകും. ഉസ്താദിനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴാണ് മൂസിയുടെ കോള്. അസ്സലാമു അലൈക്കും ഇക്ക, എഴുന്നേറ്റോ? വാലൈക്കും സലാം, എഴുന്നേറ്റു. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. എന്താ ഇക്ക ശബ്ദം വല്ലാതിരിക്കുന്നത്, എന്ത് പറ്റി? നടന്ന കാര്യങ്ങളെല്ലാം യാസീൻ വിശദീകരിച്ചു. ഇതെല്ലാം കേട്ട് അവൾ വല്ലാത്ത ചിരി. അയ്യോ, ഒരു സ്വപ്നം കണ്ടിട്ടാണോ ഇങ്ങനെ? അതല്ല മോളെ, സ്വപ്നത്തിൽ കണ്ട ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. പരിചയമില്ലാത്ത പല മുഖങ്ങളും വളരെ വ്യക്തമായി മനസ്സിൽ തന്നെ ഉണ്ട്, സംഭവം നടന്ന സ്ഥലം ഉൾപ്പെടെ. ഓഹോ, അപ്പോൾ കാര്യം ഗൗരവമുള്ളതാണ്. എന്നാലൊരു പണി ചെയ്യാം, എന്തായാലും എനിക്കൊന്ന് ടൗൺ വരെ പോകണം. ഇക്ക ഇങ്ങോട്ട് വാ, നമുക്കൊന്നിച്ച് പോകാം, ആ ടെൻഷനൊന്ന് മാറട്ടെ. എന്നാ ശരി, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. ഉമ്മ, ഞാൻ മൂസിയെയും കൂട്ടി പുറത്തു പോയേച്ചും വരാം. പെട്ടെന്ന് വരണേ, കുറേ പണിയുള്ളതാ. പുതിയാപ്പിളയായ എന്നെ കൊണ്ടാണോ ഉമ്മ പണിയെടുപ്പിക്കുന്നത്? പുതിയാപ്പിള പണിയെടുത്താലേ ഒന്നും വരില്ല കേട്ടോ. എൻ്റെ മോൻ വേഗം പോയി ഇങ്ങ് വായോ. ഉമ്മാടെ നെറ്റിയിലൊരു ചുംബനം നൽകി യാസീൻ ഇറങ്ങി മൂസിയുടെ വീട്ടിൽ. അവളുടെ ഉമ്മയോടും വാപ്പാനോടും സംസാരിച്ചു. അവിടെയും ബന്ധുക്കളെല്ലാവരും എത്തിയിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. പോലീസാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കൊച്ചുകുട്ടികളുടെ സ്വഭാവമാ. പേടി മാറിയില്ല മോനെ ഇതുവരെ? ഒന്ന് പോടി, അപ്പോഴത്തെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ആ ദേഷ്യപ്പെടില്ല മാഷേ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? എവിടം വരെ? ഇക്ക സ്വപ്നത്തിൽ കണ്ട ആ സ്ഥലം വരെ. വേണ്ട മോളെ, എൻ്റെ ടെൻഷൻ കൂട്ടാൻ വേണ്ടിയാണോ നീ വരാൻ പറഞ്ഞേ? ഓ, ഞാൻ ചുമ്മാ പറഞ്ഞതാ എൻ്റെ കെട്ടിയോനെ. മൂസിയെയും കൊണ്ട് അത്യാവശ്യം സാധനങ്ങളും വാങ്ങി ഭക്ഷണം കഴിച്ച ശേഷം അവർ വീണ്ടും കാറിലേക്ക് കയറി. ഇനി എന്താ നിനക്ക് വേണ്ടത്? നേരത്തെ ചെല്ലണമെന്നും പറഞ്ഞ ഉമ്മ വിട്ടേക്കണേ. എനിക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ കയറണം, അത് കഴിഞ്ഞാൽ നമുക്ക് പോകാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും സമയം 5 മണിയായിരുന്നു. അപ്പോഴേക്കും ഉമ്മാടെ കോൾ വന്നു. മൂസിയാണ് ഫോൺ എടുത്തത്. എവിടെയാ മോളെ നിങ്ങൾ? എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവൻ വണ്ടി ഓടിക്കുവാണോ? അതെ ഉമ്മ, എന്നെ വീട്ടിലാക്കി ഒരു അരമണിക്കൂർ കൊണ്ട് ഇക്ക വീട്ടിലെത്തൂട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ വെച്ചു. ഗവിയിലേക്ക് തിരിയുന്ന റോഡ് കഴിഞ്ഞ് അവർ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. മുന്നിൽ ആ റോഡ് കണ്ടതും സ്വപ്നത്തിൽ കണ്ട ഓരോ കാര്യങ്ങളും യാസീൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് എതിരെ വന്ന കാർ കണ്ട് യാസീൻ ഞെട്ടി. അതെ, ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ കാർ, കാറിനകത്ത് അതേ കുടുംബം, കൺമുന്നിൽ മരിച്ചു കിടക്കുന്നതായി കണ്ട രാജൻ രജനി ദമ്പതികൾ, രാജേഷ്, അവരുടെ മകൻ, ജീവനോടെ കണ്ട അതേ കുട്ടി അശ്വതിക്കുട്ടി. അവരുടെ പേരുകൾ സഹിതം യാസീൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഒരു ഞെട്ടലോടെ അവൻ മൂസിയോട് കാര്യം പറഞ്ഞു. ഇക്ക എന്താ ഈ പറയുന്നത്? ഇക്കാക്ക് തോന്നിയതായിരിക്കും. ഇല്ല മോളെ, എനിക്ക് ഉറപ്പാണ്. വണ്ടി നിർത്തി അവർ രണ്ടാളും തിരിഞ്ഞു നോക്കി. അതെ, അവർ അതേ റൂട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. മരിച്ചു കിടക്കുന്ന കണ്ട അതേ റൂട്ടിലേക്ക്, സമയത്തിൽ മാത്രം കുറച്ച് വ്യത്യാസം. യാസീനും വണ്ടി തിരിച്ചു, അവരുടെ പുറകെ വിട്ടു. ചെക്ക് പോസ്റ്റിലേക്ക് അവർ എത്തുമ്പോഴേക്കും ആ കുടുംബം പോയി കഴിഞ്ഞിരുന്നു. പാസില്ലാതെ ചെക്ക് പോസ്റ്റ് കടത്തിവിടില്ല, ഞങ്ങൾക്കതിന് കഴിയില്ല സാർ, അവിടുത്തെ ഗാർഡ് പറഞ്ഞു. യാസീൻ പെട്ടെന്ന് തന്നെ ഭാസ്കരൻ ചേട്ടനെ വിളിച്ചു. ഭാസ്കരൻ ചേട്ടാ, അത്യാവശ്യമായി എനിക്ക് ഗവി റോഡിലൊന്ന് പോകണം. പാസില്ലാതെ സെക്യൂരിറ്റി കടത്തിവിടുന്നില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുക. ശരി സാർ, ഞാനൊന്ന് നോക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സെക്യൂരിറ്റിക്ക് കോൾ വന്നു. ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കി. ഇക്ക, നമുക്ക് പോണോ? മൂസിയുടെ ചോദ്യം കേട്ട് യാസീൻ ഒന്ന് ചിരിച്ചു. എന്താ മോളെ, രാവിലെ സ്വപ്നം കണ്ട സ്ഥലത്തേക്ക് പോകണമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എന്തു പറ്റി? അത് ഞാൻ ഇക്കാനെ കളിയാക്കാൻ പറഞ്ഞതല്ലേ. 5 മിനിറ്റോളം നമ്മൾ വൈകി. ഒന്ന് വേഗത്തിൽ പോയാൽ അവരെ കാണാൻ പറ്റുമായിരിക്കും. എനിക്കെന്തോ അവർ മരണത്തിലേക്ക് പോകുന്ന പോലെ തോന്നുന്നു. ഇനി ചിലപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഞാൻ സ്വപ്നം കണ്ടതും ഇപ്പോൾ അവരെ കണ്ടതും? ഭയമുണ്ടായിരുന്നുവെങ്കിലും മൂസി തിരിച്ചൊന്നും അവനോട് പറഞ്ഞില്ല. സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ ഓർക്കുമ്പോൾ യാസീൻ ഭയം തോന്നുന്നുണ്ടെങ്കിലും മൂസി പേടിക്കണ്ട എന്നോർത്ത് ഓരോ തമാശകളും പറഞ്ഞ് അവൻ വണ്ടി വേഗത്തിൽ വിട്ടു. 1-2 തവണ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂർ വന്നതൊഴിച്ചാൽ ഈ വഴിയിൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഒരുപാട് തവണ വന്നിട്ടുള്ളതുപോലെ യാസീന് തോന്നി. വഴികളെല്ലാം നല്ല പരിചയം. കുറെ പോയിട്ടും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി ഒരു 2 വളവ് കൂടി വളഞ്ഞാൽ അതേ സ്ഥലമാണ്, താൻ മരിച്ചു വീഴുന്നത് കണ്ട അതേ സ്ഥലം. മൂസിയോട് യാസീൻ ഒന്നും മിണ്ടിയില്ല. ഭയത്തോടെയാണെങ്കിലും അവൻ വണ്ടി വേഗത്തിൽ തന്നെ വിട്ടു. ദൂരെ നിന്ന് തന്നെ അവൻ ആ മരം കണ്ടു. അവരുടെ വണ്ടി ഇടിച്ചു കിടന്ന അതേ മരം, താൻ മരിക്കുന്നത് കണ്ട അതേ സ്ഥലം. ചുറ്റിനും അവനൊന്ന് കണ്ണോടിച്ചു. ആ സ്ഥലവും കഴിഞ്ഞ് വണ്ടി വേഗത്തിൽ വിട്ടു. സമയം 6 കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അവരെ കാണാൻ പറ്റുമോ? മൂസിയുടെ ചോദ്യം കേട്ടാണ് അവൻ ചിന്തയിൽ നിന്നും ഉണർന്നത്. ഫോണിൽ റേഞ്ച് കുറവാ, ആരും വിളിച്ചാലും കിട്ടില്ല. നമുക്ക് തിരിച്ചു പോകാമിക്ക, ഇരുട്ടായി, എനിക്കെന്തോ പേടി തോന്നുന്നു. ഓക്കെ മോളു, നമുക്ക് തിരിക്കാം. നിരാശയോടെയാണെങ്കിലും യാസീൻ വണ്ടി തിരിച്ചു. സമാധാനത്തോടെ മൂസി അവൻ്റെ മുഖത്തേക്ക് നോക്കി. രണ്ടാളും പരസ്പരം ഒന്ന് ചിരിച്ചു. വഴിയിൽ മൊത്തം ഇരുട്ടായി തുടങ്ങി. വണ്ടിയുടെ ലൈറ്റ് ഓണാക്കി. വളവ് വളഞ്ഞു വന്ന യാസീൻ ആ മരം ദൂരെ നിന്നും വീണ്ടും കണ്ടതും മരത്തിലേക്ക് അവൻ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ അവളോട് പറഞ്ഞു, ഇതാണ് അവരുടെ വണ്ടി ഇടിച്ചു നിന്ന മരം, സ്വപ്നത്തിൽ കണ്ട അതേ സ്ഥലം. എന്നിട്ടിപ്പോൾ അവിടെ വണ്ടിയൊന്നും ഇടിച്ചിട്ടില്ലല്ലോ. അത് പറഞ്ഞ് യാസീൻ്റെ തോളത്ത് മൂസി തല ചായ്ച്ചതും
വണ്ടിയുടെ മുൻപിലെ 2 ടയറും പൊട്ടി നിയന്ത്രണം വിട്ട വണ്ടി അതേ മരത്തിൽ ഇടിച്ചു നിന്നു. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. രശ്മിയുടെ മടിയിൽ തല ചായച്ചു കിടന്നുകൊണ്ട് മനു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായി കാണുന്ന പോലെ. അസ്തമയ സൂര്യനേക്കാളും പ്രഭയുണ്ട് പെണ്ണെ നിന്റെ മുഖത്തിന്. മനുവിന്റെ പുകഴ്ത്തലിൽ അവളുടെ മുഖത്ത് നാണം മലതല്ലി. അവളുടെ അഴകിന് ചന്തം കൂട്ടാനായി മന്ദമാരുതൻ അവളുടെ മുടിയിഴകളെ തഴുകി പാറിപ്പറത്തിക്കൊണ്ടേയിരുന്നു. രമ്യ, കോളേജിലെ ആൺപിള്ളേരുടെ എല്ലാം ഉറക്കം കെടുത്തുന്ന പെൺകുട്ടി. ദേവതയാണോ എന്ന് പോലും തോന്നിപ്പോകും. വാക്കുകൾ കൊണ്ട് എത്ര വർണ്ണിച്ചാലും അവളുടെ സൗന്ദര്യത്തിന് പകരമാകില്ല. മനു സൗന്ദര്യം കൊണ്ട് അവളോടൊപ്പം ഇല്ലെങ്കിലും മോശമല്ലാത്ത പയ്യൻ. പക്ഷേ കാശുകൊണ്ടും പ്രതാപം കൊണ്ടും അവളേക്കാൾ ഒരുപാട് മുന്നിൽ. അത് തന്നെയാണ് അവനെ എല്ലാ പെൺകുട്ടികളെയും ഒരേപോലെ കാണാൻ പ്രേരിപ്പിക്കുന്നതും. പെൺകുട്ടികളെ പറഞ്ഞു വീഴ്ത്താനുള്ള അവന്റെ കഴിവ്, അതിലാണ് രമ്യയും വീണുപോയത്. തളർന്നു കിടക്കുന്ന അച്ഛനും കൂലിപ്പണിക്ക് പോയി തന്നെയും അനിയത്തി കുട്ടിയെയും പോറ്റുന്ന അമ്മയും. ആ സെന്റിമെന്റ്സിൽ തന്നെ കുത്തിയാണ് മനു അവളിലേക്ക് കൂടുതലെടുത്തത്. അവന്റെ ഓരോ വാക്കിലും തന്റെ കുടുംബത്തോടുള്ള സ്നേഹം കണ്ടപ്പോൾ അറിയാതെയാണെങ്കിലും അവളും ആഗ്രഹിച്ചു പോയി അവനെ. ഒരുപാട് പെൺകുട്ടികളിൽ ഒന്നു മാത്രമായാണ് തന്നെ അവൻ കാണുന്നതെന്ന് ആ പാവത്തിന് അറിയില്ലായിരുന്നു. എന്താ മനു ഒരു മൗനം? ഒന്നുമില്ല. എന്നും പറയാറുള്ള കാര്യം തന്നെ ആലോചിച്ചതാ. എന്താ, പുറത്തു പോകുന്ന കാര്യമോ? അതെ, അത് തന്നെ. നാളെ നമുക്ക് ക്ലാസ് കട്ട് ചെയ്യാം, ഒരിടം വരെ പോകാം. ഞാനില്ലടാ, നിനക്ക് അറിയാലോ എൻ്റെ അവസ്ഥ. ഇന്ന് തന്നെ ഇത്രയും വൈകി. ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഒരുപാട് നാളായി. നീ നിർബന്ധിക്കുന്നത് അതുകൊണ്ട് മാത്രം വന്നതാ. ശരി, നിനക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട. പക്ഷെ ഇത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാഹചര്യം നമുക്ക് ഒത്തുകിട്ടില്ല. നിനക്ക് ഞാനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. നാളെ മാത്രമേ അത് നടക്കൂ. രാവിലെ പോയി വൈകിട്ട് തന്നെ തിരിച്ചെത്താം നമുക്ക്. വേറെ ആരും അറിയില്ല, നമ്മൾ 2 ആളും മാത്രമേ കാണൂ. എന്നാലും മനു, നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷെ ആദ്യമായും അവസാനമായും നമ്മൾ ഒരുമിച്ചുള്ള യാത്രയാണിത്. അത്രയ്ക്കും ആഗ്രഹിച്ചു പോയി ആ സർപ്രൈസ് നിന്നെ കാണിക്കാനും നിന്റെ കൂടെ കുറേ സമയം ചെലവഴിക്കാനും. നീ എതിര് പറയില്ലെന്ന് വിശ്വസിക്കുന്നു. മനസ്സിനെ സമ്മർദ്ദത്തിലാക്കിയുള്ള അവന്റെ നിർബന്ധത്തിന് മുന്നിൽ അവൾക്ക് എതിര് പറയാൻ തോന്നിയില്ല. നാളെ ഒരു തവണ മാത്രം. പിന്നെ ഇങ്ങനെയൊന്നും എന്നോട് പറയില്ലേടോ പ്ലീസ്. യാചിക്കാനല്ലാതെ അവനോട് വഴക്കിടാൻ പോലുമുള്ള ശക്തി അവൾക്കുണ്ടായില്ല. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് തന്നെ ബസ് സ്റ്റാൻഡിന് വെളിയിൽ അവൻ അവളെയും കാത്തു നിന്നു. തന്റെ മനസ്സിലൊളിപ്പിച്ച നിഗൂഢതകൾ അയവിറക്കിക്കൊണ്ട് അവളുടെ കയ്യിലേക്ക് ഒരു ഹെൽമെറ്റ് കൊടുത്ത് ബൈക്കിന്റെ പുറകിൽ അവളെയും ഇരുത്തി അവൻ ഹൈവേയിൽ നിന്നും കാട്ടുവഴിയിലേക്ക് കയറി. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് കത്തിച്ചാമ്പലായ അവന്റെ ശരീരം പുനർജനിക്കുകയായിരുന്നു തീർത്താൽ തീരാത്ത പകയോടെ. കാർമേഘങ്ങൾ സൂര്യനെ മറച്ചു. അതിശക്തമായ കാറ്റിൽ സകലമാന വൃക്ഷങ്ങളും ആടിയുലഞ്ഞ് മണൽത്തരികൾ അന്തരീക്ഷത്തിൽ അവനെ വലയം പ്രാപിച്ചു. വലിയ മരങ്ങൾ കടപുഴകി വീണു. കത്തിച്ചാമ്പലായി മണ്ണിൽ അലിഞ്ഞു ചേർന്ന അവന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും പരസ്പരം ചേർന്നു. പച്ച ശരീരം കത്തിയതിന്റെ മണം അന്തരീക്ഷത്തിൽ അലയടിച്ചു. കാറ്റിന്റെ ഗതി അനുസരിച്ച് ആ കാട് മുഴുവൻ അവന്റെ ശരീരത്തിന്റെ മണം വമിച്ചുകൊണ്ടേയിരുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു പക വീട്ടാനായി. അവന്റെ കണ്ണുകൾ തീക്കട്ട പോലെ കത്തിജ്വലിച്ചു. പുനർജനിച്ച ശരീരത്തോടെ അവൻ ഉയർത്തെഴുന്നേറ്റ് നിന്ന് അട്ടഹസിച്ചു. ആ കാട് നിറയെ അവന്റെ അട്ടഹാസം അലയടിച്ചു. വന്യമൃഗങ്ങൾ പോലും അലമുറയിട്ട് പരക്കം മാഞ്ഞു. ഇപ്പോൾ അവൻ മനുഷ്യനല്ല, സാത്താനാണ്, അതായത് ലൂസിഫർ. ഉൾക്കാട്ടിലേക്ക് പ്രവേശിച്ച മനുവും രമ്യയും കാട്ടിൽ അലയടിച്ച കാറ്റും സൂര്യനെ മറച്ച കാർമേഘങ്ങളെയും ശ്രദ്ധിച്ചു. രമ്യ, മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. തൽക്കാലം നമുക്ക് കയ്യിലുള്ള ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാം. ആ വലിയ മരത്തിന്റെ കീഴിലിരിക്കാം. അതാകുമ്പോൾ മഴ പെയ്താലും പെട്ടെന്ന് നനയില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ താഴെ കണ്ട അരുവിയിലേക്ക് നടന്ന് കൈയെല്ലാം കഴുകി കുറച്ചു നേരം ആ പാറപ്പുറത്തിരുന്നു. മോളെ, നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ത് രസമാണെന്നോ. നമുക്ക് ഈ ദിവസം ഒന്ന് ആഘോഷമാക്കിയാലോ? നമ്മൾ ആഘോഷിക്കാനല്ലേടോ വന്നത്. ഇങ്ങനെയല്ലാതെ വേറെ എങ്ങനെയാ ആഘോഷിക്കേണ്ടത്? അത് ഞാൻ പറഞ്ഞു തരാം. കുറേ നാളായുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട് എന്ന് പറഞ്ഞ് മനു അവളെ എഴുന്നേൽപ്പിച്ചു. അവളുടെ അരയിലൂടെ കൈകൊണ്ട് കെട്ടിപ്പിടിച്ചു. അവനിലേക്ക് അവളെ ചേർത്ത് നിർത്തി. അവൻ അവളുടെ അധരങ്ങളിൽ ചുംബിക്കാനായി ഒരുങ്ങിയതും ശക്തമായി കാറ്റ് വീശി. ഭയങ്കര ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കിളികൾ പറന്നുപോയി. എവിടെ നിന്നോ നായ്കൾ ഊരിയിടുന്ന ശബ്ദം. അന്തരീക്ഷത്തിൽ മുഴുവനും എന്തോ കത്തിക്കരിഞ്ഞ ഗന്ധവും. പെട്ടെന്ന് രമ്യ അവനെ തള്ളിമാറ്റി. നിന്റെ മനസ്സിലിരിപ്പിതായിരുന്നോ? മനുവിന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ നടന്നകന്നു. കാറ്റിന്റെ ശക്തി കൂടി. കുറച്ചു ദൂരം നടന്ന് തിരിഞ്ഞു നോക്കിയവൾ മനുവിനെ കാണാതെ ചുറ്റിലും നോക്കി. മനു നിന്നിടത്ത് പൊടിപടലങ്ങൾ വട്ടമിട്ട് പാറിപ്പറക്കുന്നു. ഭയന്നു പറിച്ചുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ അവൾ നടന്നു. അവളുടെ ഓരോ കാലടിയും ഇടറുന്നുണ്ടായിരുന്നു. എന്താണ് മനുവിന് സംഭവിച്ചത്? അവളുടെ ചുറ്റും സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ, ഒരു ലക്ഷ്യബോധവുമില്ലാതെ വിജനതയിലൂടെ അവൾ കുറെ നടന്നു. പെട്ടെന്നാണ് ആരോ അവളുടെ തോളിൽ കൈവച്ചത്. മനുവാണെന്ന് കരുതി തിരിഞ്ഞു നോക്കിയവൾ ബോധരഹിതയായി നിലത്തേക്ക് വീണു. ആരോ തന്റെ കാലിൽ പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോഴാണ് മനു ബോധത്തിലേക്ക് വന്നത്. ശരീരമാകെ തളർന്നിരിക്കുന്നു. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ചെയ്തുപോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു മനുവിന്.
മരണത്തെ മുന്നിൽ കണ്ട് കണ്ണീരോടെ അവൻ രമ്യയെ ഓർത്തു. എന്താണ് തൻ്റെ കാലിൽ പിടുത്തമിട്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് മനു ചുറ്റിലും നോക്കി. വല്ലാത്ത ഇരുട്ട്. കാറ്റിൻ്റെ ശക്തിയിൽ തൻ്റെ ചുറ്റിലും ചുഴലിക്കാറ്റ് പോലെ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നു. പെട്ടെന്ന് ആ രൂപം അവൻ്റെ കാലിലെ പിടിവിട്ട ശേഷം അവൻ്റെ കഴുത്തിൽ പിടിച്ചുയർത്തി. അതിൻ്റെ മുഖം കണ്ട മനു ഞെട്ടി. ശരീരം മൊത്തം വെന്തുരുകിയിരിക്കുന്നു. കണ്ണുകൾ മാത്രം തീക്കട്ട പോലെ. ശരീരം കത്തിയതിൻ്റെ അതികഠിനമായ മണം അവൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. ആരാണ് നിങ്ങളെന്ന് ചോദിക്കണമെങ്കിലും അവൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അതിൻ്റെ കൂർത്ത നഖങ്ങൾ മനുവിൻ്റെ കഴുത്തിൽ തറച്ചു കയറി. കഴുത്തിനു ചുറ്റുമായി നഖം കൊണ്ട് കുത്തിക്കീറി. കൈവിരലിലെ 3 നഖങ്ങൾ കണ്ണിലേക്ക് കുത്തിയിറക്കി. അവൻ്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്ത് നിലത്തിട്ടു. കഴുത്തിലെ മുറിവിലൂടെയും കണ്ണുകളിലെ ഭാഗത്തെ ദ്വാരത്തിൽ നിന്നും രക്തം ധാരയായി ഒഴുകി. വേദനയിൽ അലമുറയിട്ടുകൊണ്ട് മനു നിലത്തേക്ക് വീണു. തൻ്റെ ശരീരം ചലനമറ്റു പോകുമ്പോൾ ആ ചെകുത്താൻ അരികിലെത്തി അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. നല്ലവരായ പെൺകുട്ടികളെ സ്നേഹിക്കാം, കാമത്തിന് ഇരയാക്കരുത്, അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യരുത്. അത് തെറ്റാണ്, വലിയ തെറ്റ്. ഒരുപാട് പെൺകുട്ടികളെ ഒരേ കണ്ണിലൂടെ കാണുന്ന നിനക്ക് നീ ചെയ്യാനുറച്ചു വന്ന പാപത്തിനും ഇതിനു മുമ്പ് നീ ചെയ്തിട്ടുള്ള പാപത്തിനുമായി മരണത്തെ ഏറ്റുവാങ്ങുക. പാപമോചനത്തിനായി പ്രാർത്ഥിക്കുക. അടുത്ത ജന്മമെങ്കിലും അമ്മയെ സ്നേഹിക്കുന്ന, പെങ്ങൾമാരെ സ്നേഹിക്കുന്ന, സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന, ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യനായി ജനിക്കാൻ. നീ കാമക്കൂത്തിനായി കണ്ടെത്തുന്ന ഓരോ പെൺകുട്ടികൾക്കും അവരെ സ്നേഹിക്കുന്ന സഹോദരൻ, സ്നേഹനിധിയായ അച്ഛൻ, വാത്സല്യനിധിയായ അമ്മ, അവരുടെ കണ്ണീരൊന്നും ഒരിക്കലും വെറുതെയാകില്ല. ദൈവമുണ്ടാകും എപ്പോഴും അവരോടൊപ്പം. ഇല്ലെങ്കിൽ നിന്നെപ്പോലെ ദുഷിച്ച മനസ്സുള്ള നായ്ക്കളുടെ കൊടും ചെയ്തികൾ കൊണ്ട് ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന എന്നെപ്പോലുള്ളവർ ഉണ്ടാകും അവർക്ക്. ആ രൂപത്തിൻ്റെ കണ്ണുകളിൽ പ്രതികാരം കത്തിജ്വലിക്കുന്നത് മനു കണ്ടു. ആകാശത്തേക്ക് നോക്കി ഘോരമായ ശബ്ദം പുറപ്പെടുവിച്ചു. മരണം അടുത്തെത്തി. തൻ്റെ കണ്ണുകൾ കൂമ്പി അടയുമ്പോഴും ആ ചെകുത്താൻ്റെ ഘോരമായ ശബ്ദം മനുവിന് കേൾക്കാമായിരുന്നു. ചെയ്ത തെറ്റുകളെല്ലാം മനുവിൻ്റെ മനസ്സിലൂടെ മാഞ്ഞു മറഞ്ഞു. തെറ്റുകൾക്കായുള്ള പശ്ചാത്താപം പോലെ. കണ്ണിൽ നിന്നും വരുന്ന രക്തത്തിൽ അല്പം കണ്ണീരും കൂടെ കലരുന്ന പോലെ അവന് തോന്നി. ഒരു നിമിഷത്തെ പിടച്ചിലിൽ മനുവിൻ്റെ ശരീരം നിശ്ചലമായി. ഇതേ സമയം മറ്റൊരിടത്ത് വളരെ സന്തോഷത്തോടെയാണ് രാജനും കുടുംബവും ഗിവിയിൽ നിന്നും മടങ്ങി വരുന്നത്. അശ്വതിക്കുട്ടിയുടെ പാട്ട് അവർ എല്ലാവരെയും ആഹ്ലാദത്തിലാക്കി. സമയം 9 ഒരു വളവ് വളഞ്ഞു വന്ന കാറിൻ്റെ വെട്ടം ആദ്യം അടിച്ചത് ഒരു മരത്തിലേക്കാണ്. മരത്തിൻ്റെ നേരെ റോഡ് സൈഡിൽ ഒരു പെൺകുട്ടി ബോധരഹിതയായി കിടക്കുന്നത് രാജൻ ദൂരെ നിന്നേ കണ്ടു. അവളുടെ അരികിലായി രാജൻ വണ്ടി നിർത്തി. അയാൾ അവളുടെ അടുത്തേക്ക് ചെന്നു. കൂടെ അശ്വതിക്കുട്ടിയും. തട്ടി വിളിച്ചു നോക്കി. അനക്കമൊന്നുമില്ല. മോളെ, അച്ചു വണ്ടിയിൽ നിന്നും ആ വെള്ളം ഇങ്ങെടുത്തേ. ശരി അച്ഛാ. രാജൻ അവളുടെ മുഖത്ത് വെള്ളമൊഴിച്ച് പതിയെ അവൾ കണ്ണു തുറന്നു. അവളുടെ കണ്ണുകളിൽ രാജൻ ഭയം കണ്ടു. എന്താ മോളെ, എന്തു പറ്റി മോൾക്ക്? അടുത്ത് നിൽക്കുന്ന ചേട്ടനെയും കുട്ടിയെയും കണ്ട് അവളുടെ ഭയം ലേശമില്ലാതെയായി. രാജൻ ചോദ്യം ആവർത്തിച്ചു. ആരാണ് കുട്ടി നീ? എങ്ങനെ ഈ അസമയത്ത് ഇവിടെ വന്നു? ഞാൻ വാക്കുകൾക്കായി അവൾ പരതി. അവളെ കൈ പിടിച്ചുയർത്തിയ രാജനും അച്ചുക്കുട്ടിയും കാറിൻ്റെ അരികിലേക്ക് നടന്നു. എന്താണെങ്കിലും പറഞ്ഞോളൂ. എങ്ങനെയാ മോളെ ഇവിടെ വന്നത്? എന്താ സംഭവിച്ചത്? ഞാൻ രമ്യ. സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ രാജനോട് പറഞ്ഞു. മനുവിനെ കാണാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുമ്പോൾ എൻ്റെ പുറകിൽ നിന്നും ആരോ തോളത്ത് കൈവച്ചത്. മനുവാണെന്ന് കരുതി തിരിഞ്ഞു നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. ആരോ കത്തിച്ച് വെന്തുരുക്കിയ ഒരു ശരീരം. കത്തിജ്വലിച്ചു നിൽക്കുന്ന കണ്ണുകളിലേക്ക് ഞാൻ നോക്കി. വളരെ ഭയാനകമായ രൂപം. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി ചേട്ടാ. ഇതൊക്കെ സത്യമാണോ മോളെ? കേട്ടിട്ട് തന്നെ പേടിയാകുന്നു. വാ, എത്രയും പെട്ടെന്ന് നമുക്ക് പോകാം. പോകുന്ന വഴി പോലീസ് സ്റ്റേഷനിൽ കയറി മനുവിൻ്റെ കാര്യം പറയുകയും ചെയ്യാം. മുഖം കഴുകാനായി രമ്യ ഒരു മരത്തിൻ്റെ താഴേക്ക് നീങ്ങി നിന്നു. പെട്ടെന്ന് അന്തരീക്ഷത്തിലെ മഞ്ഞിൻ്റെ ആക്കം കൂടി. എന്തോ ഒരു ദുർഗന്ധം അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. ഇരുളിൽ നിന്ന് കാറിൻ്റെ അടുത്തേക്ക് വരുന്ന 4 രൂപങ്ങളെ അവർ ശ്രദ്ധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. ഒപ്പം യാസീൻ സ്വപ്നത്തിൽ കണ്ട അതേ മരത്തിന് ചുവട്ടിലാണ് അവർ നിൽക്കുന്നതെന്ന സത്യവും അറിയാതെ. ഞൊടിയിടയിൽ മഞ്ഞ് വീഴുന്നത് കണ്ട് പന്തികേട് തോന്നിയ രാജൻ രമ്യയെയും വിളിച്ചുകൊണ്ട് കാറിൻ്റെ അകത്തേക്ക് കയറി. കാറിനകത്ത് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത രാജൻ ഞെട്ടി. വണ്ടിയുടെ മുന്നിൽ ഒരു കറുത്ത രൂപം. ആ രൂപത്തിലേക്ക് നോക്കി നിൽക്കെ വണ്ടിയുടെ മുൻഗ്ലാസിലേക്ക് ശക്തിയായി എന്തോ വന്നിടിച്ചു. ചില്ല് മുഴുവനും പൊട്ടി വണ്ടിക്ക് അകത്തേക്ക് തെറിച്ചു. അതിൽ നിന്നും വന്ന ഭയം മാറുന്നതിന് മുമ്പേ തന്നെ വണ്ടിയുടെ എല്ലാ ഗ്ലാസ്സിലേക്കും ശക്തിയായി എന്തോ വന്നിടിച്ച് ഗ്ലാസുകളെല്ലാം ഉടഞ്ഞു. കുട്ടികളും രമ്യയും പേടിച്ച് നിലവിളിച്ചു. അപ്പോഴാണ് കാറിന് ചുറ്റുമായി നിരന്നു നിൽക്കുന്ന കറുത്ത വസ്ത്രധാരികളെ അവർ ശ്രദ്ധിക്കുന്നത്. അതിലൊരാൾ രാജന്റെ കഴുത്തിൽ കത്തിവെച്ചു. കാറിൽ നിന്നും അശ്വതി കുട്ടിയെയും രമ്യയെയും വലിച്ചിറക്കി. കഴിഞ്ഞ ദിവസം ഒന്നിനെയേ കിട്ടിയുള്ളൂ. ഇന്ന് 2 കിടന്തുകളും ഒരമ്മായിയുമുണ്ട്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞത് കേട്ട് അവരെല്ലാവരും ഭയന്ന് വിറച്ചു. രാജന്റെ കഴുത്തിലേക്ക് കത്തി പതുക്കിയെ കുത്തി ചോര വരുത്തിക്കൊണ്ട് റോഡിൽ നിന്നും താഴെയുള്ള പുഴയോരത്തേക്ക് അവരെ വലിച്ചഴിച്ചു. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ പ്രഭ ചുരിഞ്ഞു നിൽക്കുന്ന നല്ല നിലാവെളിച്ചം. അവർ കാടിൻ്റെ ഉള്ളിലെ പുഴയോരത്തുകൂടി നടന്ന് ഒരു വിജനമായ പ്രദേശത്ത് എത്തിച്ചേർന്നു.
താൻ മുമ്പ് നടന്നുപോയ അതേ സ്ഥലം. ഞെട്ടലോടെ രമ്യ അത് തിരിച്ചറിഞ്ഞു. പൂർണ്ണചന്ദ്രനെ മറച്ചുകൊണ്ട് ആകാശത്ത് കാർമേഘങ്ങൾ കറുത്തിരുണ്ടു തുടങ്ങി. കൂടാതെ കാറ്റിന് കത്തിയ ഇറച്ചിയുടെ മണവും വ്യാപിച്ചു. ഇതിൻ്റെ ഇടയിൽ കറുത്ത വസ്ത്രധാരികളിൽ ഒരാളെ കടന്നു പിടിച്ച രാജന്റെ തലയിൽ വടികൊണ്ട് മറ്റൊരാൾ ശക്തമായി അടിച്ചു. അടികൊണ്ട് നിലത്ത് വീണ് കിടന്ന രാജന്റെ മുന്നിൽ വെച്ച് അയാളുടെ ഭാര്യയുടെ സാരി അവർ വലിച്ചൂരി. അശ്വതിക്കുട്ടി എടുത്തുപൊക്കി. രമ്യയെ ഒരുത്തൻ കടന്നു പിടിച്ചു. ഒരുവൻ വിഷ്ണുവിന്റെ കവിളിൽ അതികഠിനമായി അടിച്ചു. വീണ് കിടക്കുന്ന രാജന്റെ കഴുത്തറക്കാനായി ഒരുവൻ കത്തി കഴുത്തിൽ വച്ചതും ഇവിടെ നിന്നു ചെന്നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ അലയടിച്ചു. ഒപ്പം അതിശക്തമായ കാറ്റിൽ പൊടിപടലങ്ങൾ അവരുടെ ചുറ്റിലും പാറിപ്പറന്നു. ചെന്നായ്ക്കളുടെ ഊരിയിടൽ അവരുടെ അടുത്തേക്ക് എത്തുന്ന പോലെ അവർക്ക് തോന്നി. രമ്യ അപ്പോഴാണ് ശ്രദ്ധിച്ചത്, കുറച്ചു മാറി കത്തിക്കരിഞ്ഞൊരു ശവശരീരം. പെട്ടെന്നൊരു കൂട്ടം ചെന്നായ്ക്കൾ അവരെ എല്ലാവരെയും വളഞ്ഞു. തിളങ്ങുന്ന കണ്ണുകളുമായി വളരെ ഉച്ചത്തിൽ അവ ഊരിയിട്ടു. കാറ്റ് വളരെ ശാന്തമായി ചുഴലിക്കാറ്റ് പോലെ രൂപാന്തരപ്പെട്ടു. എല്ലാവരെയും ഭയം പിടികൂടാൻ തുടങ്ങി. പറന്നു പൊങ്ങിയ പൊടിപടലങ്ങളിൽ നിന്ന് വെന്തുരുകിയ ഒരു രൂപം അവരുടെ മുന്നിലേക്ക് വന്നു. പേടിച്ചു വിറച്ചു നിൽക്കുന്ന രമ്യയുടെ മേലുള്ള അയാളുടെ കൈ അഴിഞ്ഞു. അശ്വതിയെ അവൻ വിറയ്ക്കുന്ന കൈകളോടെ താഴെ നിർത്തി. കറുത്ത വസ്ത്രധാരികൾ 4 പേരും ചേർന്ന് നിന്നു. വിമല ഓടിച്ചെന്ന് രാജനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. രമ്യയും അശ്വതിയും വിഷ്ണുവും അവരുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഞാൻ ഈ രൂപത്തിനെയാണ് കണ്ടെന്ന് പറഞ്ഞത്. വിറയാർന്ന ശബ്ദത്തോടെ രമ്യ രാജനോടായി പറഞ്ഞു. കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായി വെന്തുരുകിയ രൂപത്തിലേക്ക് നോക്കി പേടിച്ചു വിറച്ചുകൊണ്ട് അവർ നിന്നു. ചുറ്റിലും കൂടി നിൽക്കുന്ന ചെന്നായക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോലും ആകാതെ കറുത്ത വസ്ത്രധാരികൾ 4 പേരും കൂടെ ചേർന്ന് കയ്യിലുള്ള കത്തികളുമായി ആ രൂപത്തിന് നേരെ പാഞ്ഞെടുത്തു. കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായി ആ രൂപം കൈകൾ മേലോട്ടുയർത്തി ആകാശത്തേക്ക് നോക്കി കാട് മുഴുവനും നടുങ്ങുന്ന ഉച്ചത്തിൽ ഘോരമായ ശബ്ദം പുറപ്പെടുവിച്ചതും ചെന്നായ്ക്കൾ അവർക്ക് നേരെ ചാടി വീണു. ഭീകരന്മാരായ ചെന്നായ്ക്കൾ അവരെ കടിച്ചു പറിച്ചു. അപ്പോഴും ആകാശത്തേക്ക് നോക്കി അട്ടഹസിച്ചുകൊണ്ടിരുന്ന ആ രൂപം അട്ടഹാസം നിർത്തി. പൊടുന്നനെ ചെന്നായ്ക്കൾ പിന്തിരിഞ്ഞ് വട്ടം കൂടി നിന്നു. ആ ചെകുത്താൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഓരോ മനുഷ്യരും ജനിക്കുന്നത് ഓരോ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനാണ്. പക്ഷെ എനിക്ക് മാത്രം മരണപ്പെട്ടതിന് ശേഷമേ എൻ്റെ കർമ്മങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നുള്ളൂ. ആ രൂപത്തിൽ നിന്നും വന്ന ശബ്ദം കേട്ട് രമ്യയും കുടുംബവും അതിനെ തന്നെ നോക്കി നിന്നു. കറുത്ത വസ്ത്രധാരികളുടെ അടുക്കൽ നിന്നും ആ രൂപം അശ്വതിയുടെ അടുത്തേക്ക് ചെന്നു. മോളുടെ പേര് അശ്വതി എന്നല്ലേ? അച്ചുവിൻ്റെ അച്ഛൻ രാജൻ, അമ്മ വിമല, ചേട്ടൻ വിഷ്ണു. അവരുടെ കുടുംബത്തിലെ എല്ലാവരെയും മുൻപരിചയമുള്ളതുപോലെ ചെകുത്താൻ മൊഴിഞ്ഞു. കണ്ണിലെരിയുന്ന പകയാണെങ്കിലും ആ കണ്ണുകളിൽ നിസ്സഹായതയുടെയും വിഷമത്തിൻ്റെയും കണ്ണുനീർ എരിയുന്ന പകയെ മൂടിക്കെട്ടുന്ന പോലെ അവർക്ക് തോന്നി. ചേട്ടൻ ആരാ? ഞങ്ങളെയെല്ലാം ചേട്ടനെ എങ്ങനെ അറിയാം? അല്പം ഭയത്തോടെയാണെങ്കിലും അശ്വതിയിൽ നിന്നുള്ള ചോദ്യം ചെകുത്താനിൽ ഒരു പുഞ്ചിരി വെളിവാക്കി. ദൈവം എനിക്ക് കാണിച്ചു തന്നതാ നിങ്ങളെ. എൻ്റെ ജീവിതത്തിലെ കർത്തവ്യം അതായിരുന്നു. പക്ഷേ മരത്തിൽ ഇടിച്ചു നിന്ന വണ്ടിയിൽ നിന്നിറങ്ങി കാറിൻ്റെ ടയർ നോക്കിയപ്പോൾ യാസീൻ ഞെട്ടി. ടയർ പൊട്ടിയതല്ല, ആരൊക്കെയോ ചേർന്ന് അള്ളുവെച്ച് പൊട്ടിച്ചിരിക്കുന്നതാണ്. അടുത്ത് കണ്ട ഒരു മരക്കഷ്ണം എടുത്ത് കയ്യിൽ പിടിച്ച് യാസീൻ തിരിഞ്ഞു. ഇരുളിൽ നിന്നും വണ്ടിയുടെ അടുത്തേക്ക് വരുന്ന 4 രൂപങ്ങളെയും മുഹസിയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. 3 പേർ യാസീൻ്റെ അടുത്തേക്കും ഒരാൾ മുഹസിയുടെ അടുത്തേക്കും നടന്നു നീങ്ങി. കയ്യിലെ വടി കൊണ്ട് ഒരാളെ അടിച്ചു വീഴ്ത്തിയ യാസീൻ കാറിൻ്റെ അടുത്തേക്ക് ഓടി. മുഹസിയുടെ അടുത്തേക്ക് നീങ്ങി അയാളെ അടിക്കാൻ വടി പൊക്കിയതും പുറകിൽ നിന്നും ഒരുവൻ കത്തി യാസീൻ്റെ കഴുത്ത് വഴി കുത്തിയിറക്കി. തിരിഞ്ഞ് തോളിലടിച്ചെങ്കിലും മറ്റൊരുത്തൻ വയറ്റിൽ ആഴത്തിൽ കത്തി കുത്തിയിറക്കിയതും ഒരുമിച്ചായിരുന്നു. ഇത് കണ്ട് കാറിൽ നിന്നും ഇറങ്ങി ഓടി വന്ന മൂസിയെ ഒരുവൻ പിടിച്ചു നിർത്തി കഴുത്തിൽ കത്തിവെച്ചു. എന്നിട്ട് വായിൽ തുണി വലിച്ചു കെട്ടി. തളർന്നുപോയ യാസീനെയും അവളെയും അവർ പുഴയോരത്തേക്ക് കൊണ്ടുവന്നു. യാസീൻ്റെ കൈകളും കാലുകളും അവർ ബന്ധിച്ചു. യാസീൻ്റെ കൺമുന്നിൽ വെച്ച് അവർ 4 പേരും ചേർന്ന് മൂസിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി. എതിർക്കാൻ നോക്കി അവളെ അതികഠിനമായി ഉപദ്രവിച്ചു. യാസീൻ്റെ മുന്നിൽ വെച്ച് അവർ 4 പേരും പിച്ച് ചീന്തി അവളെ. ഇതെല്ലാം കണ്ട് നിസ്സഹായാവസ്ഥയിൽ കണ്ണുനീർ ഒഴുക്കാനും കേണപേക്ഷിക്കാനും മാത്രമേ യാസീനാകുമായിരുന്നുള്ളൂ. കാമക്കൂത്ത് കഴിഞ്ഞ കാട്ടാളന്മാർ 2 പേരെയും വിജനമായ പ്രദേശത്ത് കൊണ്ടുവന്ന് ശരീരത്തിലൂടെ മൊത്തം പെട്രോൾ ഒഴിച്ച് ജീവനോട് കത്തിച്ചു. അവരെ 2 പേരെയും അഗ്നി വിഴുങ്ങി. പക്ഷെ ആ അഗ്നി മുഴുവനും യാസീൻ്റെ കണ്ണിലായിരുന്നു കത്തിയിരുന്നത്. അതേസമയം കാറിൽ യാസീൻ്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉമ്മയുടെ ഫോട്ടോ അവൻ്റെ ഫോണിൽ തെളിഞ്ഞു വന്നു. എന്താ ചേട്ടാ മിണ്ടാത്തത്? അശ്വതിയുടെ ചോദ്യം കേട്ട് ചെകുത്താൻ ആലോചനയിൽ നിന്നും മുക്തനായി. ഒന്നുമില്ല മോളെ, ദൈവം കാണിച്ചു തന്നതാ നിങ്ങളെ രക്ഷിക്കുക എന്നതായിരുന്നു എനിക്ക് ചെയ്യാനുണ്ടായിരുന്ന കർത്തവ്യം. നിങ്ങൾ പൊയ്ക്കോളൂ. ആ വിജനതയിലൂടെ അവർ അവനിൽ നിന്നും നടന്നകലുമ്പോൾ ആരായിരുന്നു അത് എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരുന്നു. തീയിൽ കിടന്നു പുളയുന്ന 4 കാട്ടാളന്മാരെയും അലർച്ച കേൾക്കാനല്ലാതെ തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല. അവർ 4 പേരും കത്തിച്ചാമ്പലാകുന്നതിൻ്റെ കൂടെ യാസീൻ്റെ കണ്ണിലെ കത്തലും അടങ്ങി. സാവധാനം യാസീൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നു.
അവൻ്റെ ശരീരത്തിലേക്ക് നോക്കി ഊരിയിട്ടുകൊണ്ട് ചെന്നായ്ക്കൾ കാടിൻ്റെ ഉള്ളിലേക്ക് മറിഞ്ഞു. തിന്മകൾ ഇനിയും വന്നാൽ അവരെ നേരിടാൻ പുനർജനിക്കും നമ്മുടെ ചെകുത്താൻ. പിറ്റേ ദിവസത്തെ പത്രത്തിൽ കാണാതായ പത്തനംതിട്ട SI യാസീൻ്റെയും മൂസിയുടെയും ഫോട്ടോ കണ്ട് രാജൻ അശ്വതി കൊച്ചിനോട് പറഞ്ഞു, നമുക്ക് ഇന്നലെ അപകടം പറ്റിയ സ്ഥലത്ത് തന്നെയാണ് ഇവരെയും കാണാതായിട്ടുള്ളത്. ആണോ? നമ്മളെ രക്ഷിച്ച ആൾ ഇവരെയും രക്ഷിക്കുമായിരിക്കും അല്ലേ അച്ഛാ? കഥ അവസാനിച്ചിരിക്കുന്നു. അവസാനം വിഷമമായില്ലേ? യാസീനും മൂസിനെയും ഓർമ്മകളായി. എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരുന്നതുവരെ കാത്തിരിക്കുക. ലവ് യു ഓൾ. ബൈ.